അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ബലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് അവറുകളാണ്. ബീഹാറിലെ കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. വിശേഷിയാൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ലോഡിംഗ് പാപ്പച്ചായന്റെ മൂത്ത മരുമകനാണ് പ്രിയ തോമസ് പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയുടെ വേർപാടും അതിനനുബന്ധിച്ചുള്ളതായ ഒരുപാട് അനുഭവങ്ങളും, അതുപോലെ അദ്ദേഹത്തിന്റെ രോഗശാന്തി വരത്തെക്കുറിച്ചുള്ളതായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ചും പ്രേക്ഷകരോടൊപ്പം സവിസ്തരം പങ്കുവയ്ക്കുന്നു. ആകയാൽ ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മുഖാന്തരമായി തീരട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയിൽ സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ പ്രിയ തോമസ് പാസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പേര് തോമസ് ടിയെ, സ്വദേശം കാവാലം. എന്റെ വീട്ടിലെ എന്റെ ഫാദറ്, എന്റെ വൈഫ്, 2 പെൺകുട്ടികൾ. ഞങ്ങള് 5 പേരാണ് വീട്ടിലുള്ളത്. അമ്മ മരിച്ചുപോയി. ഇപ്പോൾ ഞാൻ ബീഹാറിലെ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ ദൈവവചനക്കാരായ ആൾക്കാരെ പഠിപ്പിച്ച് അവർ മുഖാന്തരം ബീഹാറിലും യുപിയിലും മറ്റു സ്ഥലങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇപ്രകാരം അരോമ ടിവിയിൽ കൂടി എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവമൊരുക്കിയ ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, അതുപോലെ ഈ അരോമ ടിവിയിൽ കൂടി ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസനോട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനുള്ള നന്ദിയെയും അറിയിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ എന്റെ ഭവനത്തിലെ 5 പേരാണുള്ളത്. എന്റെ ഭാര്യയുടെ പേര് യമീമ, 2 പെൺകുട്ടികൾ. മൂത്ത മകൾ ഗ്രേസ് തോമസ്, ഇളയ മകൾ ഗ്ലോറി ഈലാമ്മ തോമസ്. അവരെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഫാദറ് തനിയായതുകൊണ്ട് എന്റെ വൈഫും കുട്ടികളും ആലപ്പുഴയിൽ കാവാലത്ത് എന്റെ സ്വഭവനത്തിലായിരിക്കുന്നു. എന്റെ സ്വന്തം ദേശം ആലപ്പുഴ ജില്ലയിൽ കാവാലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എല്ലാവരും അറിയുന്നത് പോലെ കാവാലം ചുണ്ടൻ, കാവാലം നാരായണപ്പണിക്കർ, ഇങ്ങനെ പേര് കേട്ട ആൾക്കാർ, ആത്മീയ ലോകത്തെ അനീഷ് കാവാലം എന്ന് പറയുന്ന ഒരു ദേവദാസിനെയും എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ദേശത്താണ് എൻ്റെ ജനനം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും കാവാലം കാവാലം എന്നാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ തന്നെ തോമസ് എന്നുള്ളതായ ഒഫീഷ്യൽ നെയിം കൂടാതെ ബിജു എന്നും എന്നെ വീട്ടിൽ വിളിക്കാറുണ്ട്. ഞങ്ങളെ 3 സഹോദരന്മാരാണ്. ഏറ്റവും മൂത്തതാണ് ഞാൻ. എൻ്റെ ഇളയ 2 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ സഹോദരിമാരില്ല. ഞങ്ങൾ 3 സഹോദരന്മാരാണ്. ഞങ്ങളെ 3 പേർക്കും വീട്ടിലെ ബിജു, ബിനു, ബിനോയ് എന്ന് വിളിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒഫീഷ്യൽ നെയിം തോമസ് കുര്യാക്കോസ് ജേക്കബ്, ഇങ്ങനെ പള്ളിയിൽ ഇട്ടിരിക്കുന്ന പേരാണ് ഒഫീഷ്യൽ നെയിം ആയിട്ടുള്ളത്. ഒരു കനനായ യാക്കോബായ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളരുവാനായി ഇടയായി തീർന്നത്.
എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. പിതാവിന് 2 സഹോദരന്മാരും ഒരു സഹോദരി. അങ്ങനെ കുടുംബമായിട്ട് ആ നിലയിൽ പോകുമ്പോൾ തന്നെ പിതാവിന്റെ സഹോദരന്മാരെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. പിതാവ് കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. നമ്മളെ അറിയുന്നത് പോലെ കാവാല് എന്ന് പറയുന്നത് കുട്ടനാട് പ്രദേശമാണ്. കുട്ടനാട്ടിലെ മുരിക്കൻ കായല്, അത് വേമ്പനാട്ട് കായല് കുത്തി അത് പണ്ടുണ്ടാക്കി അത് കായലായിട്ട് കൃഷിഭൂമിയാക്കി തീർത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയുള്ള 24,000 കായൽ, 24,000 എന്നാണ് ആ കായലിന്റെ പേര്. ആ കായലിൽ 35 ഏക്കർ കൃഷി സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആ കൃഷി ചെയ്യുന്ന ആ ഒരു സാഹചര്യമാണ് എൻ്റെ ചെറുപ്രായത്തില് എനിക്ക് കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പമ്പാ നദിയുടെ ഈ വേമ്പനാട്ട് കായലിൽ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഈ കാവാലം എന്ന് പറയുന്നത്. അവിടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ചെറിയ ചെറിയ ദ്വീപുകൾ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ചെറുപ്രായത്തില് ഞങ്ങൾക്ക് ബോട്ടും വള്ളവും അല്ലാതെ യാത്രയ്ക്ക് മറ്റേ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. ബസ്സുകളോ കാറുകളോ അല്ലെങ്കിൽ അങ്ങനെ മോട്ടോർ വാഹനങ്ങളൊന്നും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞ് കാണും ഇപ്പോൾ അവിടെ റോഡിന്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിലെ ബോട്ടും വള്ളവും ഒക്കെയാണ് ഞങ്ങളുടെ ആശ്രയം. ഞാൻ വള്ളത്തിലെ കോട്ടയം, ചിങ്ങവനം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ ഈ സ്ഥലങ്ങളിലൊക്കെ വള്ളത്തിൽ യാത്ര ചെയ്ത സമയങ്ങളുണ്ട്. അത് ബോട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ബോട്ടിലാണ് യാത്ര ചെയ്ത് പോയി പഠിക്കുന്നത്. 1.5 മണിക്കൂർ ആലപ്പുഴയ്ക്കും 1.5 മണിക്കൂർ ചങ്ങനാശ്ശേരിക്കും ബോട്ടിൽ യാത്ര ചെയ്യും. അതുപോലെ തന്നെ കോട്ടയത്തിന് ബോട്ടിനാണ് പോകുന്നത്. എടത്തുവ ഇങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം ബോട്ടിനാണ് പോകുന്നത്. ബോട്ട് മാത്രമായിരുന്നു അവിടെ യാത്രയ്ക്കുള്ള ഏക ആശ്രയം എൻ്റെ ചെറുപ്പകാലം. അങ്ങനെയുള്ള സാഹചര്യത്തില് ജനിച്ചു വളർന്നു. ചെറുപ്രായത്തിലെ എൻ്റെ പിതാവ് കൃഷിക്കാരനായിരുന്നതുകൊണ്ട് ഒത്തിരി കൃഷിപ്പണിക്കാര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരോടൊക്കെ നല്ല സ്നേഹം പുലർത്തുവാനും നല്ല നിലയിൽ ആയിരിക്കാനും ചെറുപ്രായത്തിലെ സഹായിച്ചു. അപ്പോൾ തന്നെ ഈ കനാനായ യാക്കോബായ പാരമ്പര്യത്തിലായിരുന്നത് കൊണ്ട് വളരെ ഭക്തിയോടും ദൈവവചന ആശ്രയത്തിലുമാണ് ഞങ്ങളെ വളർത്തിയത്. എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് വൈകുന്നേരം പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഇരുത്തത്തില്ല. അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് രാവിലെയും പഠിക്കാനായിട്ട് ഇരുത്തുന്നത്. വൈകിട്ട് ഈ പ്രാർത്ഥിക്കാതെ വൈകിട്ടത്തെ അത്താഴം പോലും ഞങ്ങൾക്ക് തരത്തില്ല. അങ്ങനെ കർശനമായ നിലപാടിലാണ് ഞങ്ങളെ വളർത്തിയിരുന്നത് കൊണ്ട് എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഉള്ളതായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഞങ്ങളെ ആ പാരമ്പര്യത്തിന്റെ അനുഭവത്തില് ജീവിച്ചു പോകുന്നു. കാവാലത്ത് ഞങ്ങളെ 23 വീട്ടുകാരാണ് ഈ കനാനായ യാക്കോബായ വിശ്വാസത്തിലുള്ളത്. ബാക്കി കത്തോലിക്ക വിശ്വാസികളും പിന്നെ ഹൈന്ദവരായിട്ടുള്ളവരുണ്ട്, പിന്നെ കുറച്ച് CSI വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ്. ആ സാഹചര്യത്തിലെ മുൻപോട്ട് വളർന്നു വരുന്നപ്പോൾ എൻ്റെ അമ്മ വളരെ ആസ്മയുടെ പ്രയാസത്താൽ ബാധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പലപ്പോഴും നിരാശയോടുകൂടിയായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് നല്ല നല്ല ഡോക്ടർമാരെ ഒക്കെ പോയി കണ്ട് ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലൊന്നും ഈ ആസ്മയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ വളരെ നിരാശയോടുകൂടിയായിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരിക്കൽ അമ്മ തന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ
നടക്കുന്നു. ആ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. അവിടെ വെച്ച് ദൈവദാസന്മാരെ ദൈവാലോചന അറിയിക്കുകയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ആസ്മയുടെ പ്രയാസത്തിൽ നിന്ന് ഒരു അത്ഭുത സൗഖ്യം ലഭിക്കാൻ ഇടയാകുകയും ചെയ്തു. അതിനുശേഷം ആണ് ഈ പെന്തക്കോസ്ത് വിശ്വാസം ആ ഒരു ഉപദേശത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ എനിക്ക് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിന്റെ സന്തോഷ ജീവിതത്തിലേക്കുള്ള പാത എന്നുള്ള ആ കറസ്പോണ്ടൻസ് കോഴ്സ് ഹോസ്റ്റൽ വഴിയായിട്ട് വരുത്തി പഠിക്കുവാനും സുവിശേഷത്തെ കുറിച്ച് അറിയുവാനുള്ളതായ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ബൈബിൾ കൂടിയും അതുപോലെ ഈ കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയും ഒക്കെ യേശുവിനെ കുറിച്ച് അറിയുവാൻ സാഹചര്യം ഉണ്ടായി. എങ്കിലും ഞങ്ങൾ ആ പാരമ്പര്യ രീതിക്ക് അനുസരിച്ച് മുൻപോട്ട് പോയി പള്ളിയിലെ പ്രാർത്ഥനകളെ, കൂട്ടായ്മകളെ, കുർബാനകളെ ഒന്നും മുടക്കാറില്ല. എല്ലാം കൃത്യമായി എല്ലാത്തിനും പോവുകയും ആ ഒരു സാഹചര്യത്തിൽ വളരുകയും ചെയ്തു. എനിക്ക് ചെറുപ്രായത്തില് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് ABCD അതുപോലെ വേർഡ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുകയും എൻ്റെ സ്പെല്ലിങ് പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തില് പഠിക്കാൻ വിടണമെന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു. എന്നാൽ മറ്റ് സഹോദരങ്ങളെ അവരെ അതിനെ സമ്മതിക്കും. ബാക്കിയുള്ള പിള്ളേരെല്ലാം മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ അവനെ മാത്രമായിട്ട് അങ്ങനെ വിടണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തില് എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് ഇവിടുത്തെ ഞാൻ ചെറുപ്രായത്തിൽ ഞങ്ങളെ CMS സ്കൂള് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അവിടെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. 1ാം ക്ലാസ് ഞങ്ങൾക്ക് അവിടെ ആ സ്കൂളിലെ മറ്റ് കർട്ടനോ അല്ലെങ്കിൽ മറ്റു മറയൊന്നുമില്ല. 1ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ ക്ലാസ്സുകളെ അടുത്തടുത്താണ്. ബെഞ്ചിൽ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ മറ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിലൂടെ ഗിറ്റാർ എല്ലാം പഠിച്ചിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമെന്ന് എനിക്കും വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് നടന്നില്ല. 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് അടുത്ത സ്കൂളിലേക്ക്, ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്ക് മാറി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം നടന്നു പോകണം. അങ്ങനെ അവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അടുത്ത ആ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിനോട് താല്പര്യമായിരുന്നെങ്കിലും ഈ ഇംഗ്ലീഷ് മീഡിയം അല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ വിടാത്തത് കൊണ്ടും ഒരു പ്രയാസം മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടുകാർ കൂടി ആ ഒരു നിലയിലെ മുൻപോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയോ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നുകൂടി. എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം, കൂടുതൽ പഠിച്ചിട്ട് എന്തെടുക്കാൻ എന്നുള്ള ഒരു ചിന്ത കടന്നു വരികയും അങ്ങനെ ഇംഗ്ലീഷിനോടുള്ള താല്പര്യമേ പോവുകയും അല്പാൽപമായിട്ട് ഉഴപ്പിലേക്ക് എത്തിക്കാനായിട്ട് ഇടയായി. കൂടാതെ 2 ഹൈന്ദവ സ്നേഹിതന്മാരും 2 ക്രിസ്തീയ സ്നേഹിതന്മാരുമാണ് എനിക്കുണ്ടായിരുന്നത്. അതിൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഷാപ്പ് നടത്തുന്ന ആളാണ്. ആ ഷാപ്പ് നടത്തുന്ന ആളുടെ മകനാണ് എൻ്റെ സ്നേഹിതൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ അവിടെ ചെന്ന് സ്നേഹിതനെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പലപ്പോഴും ഞങ്ങള് പോയി സ്കൂളില് ഒരുമിച്ച് ചെയ്യാവുന്നവർക്കൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ പോയി. എന്നാല് നല്ല നിലയിൽ തന്നെ ക്ലാസ്സിലൊക്കെ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഷാപ്പുകാരന്റെ മകനായതുകൊണ്ട് പുള്ളിക്കാരന് അവിടെ ഈ കള്ള് മാറ്റി വിന്നാഗിരി അത് സാറുമാർക്ക് കൊണ്ട് കൊടുക്കാനും സാറുമാരുടെ കയ്യിൽ നിന്ന് പൈസ സമ്പാദിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പം പുള്ളിക്കാരനെ ഇങ്ങനെ കൊണ്ട് വീട്ടിലെ ചേട്ടനും പിതാവും അറിയാതെ ചില സമയങ്ങളിൽ ഇത് എടുത്തുകൊണ്ട് സാറുമാർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കും. ബാക്കി കാശ് കിട്ടുമ്പോൾ അതുമായിട്ട് ഞങ്ങളെ പോയി സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുക,
പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് സാറ് വന്നില്ലെങ്കിൽ ഇത് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഈ വിനാഗിരി അത് അല്പാൽപമായിട്ടൊക്കെ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 7ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ടിഫിന് ഈ ഷാപ്പില് വെച്ചിട്ട് പോയിട്ട് തിരിച്ച് ആ കൂട്ടുകാരനുമായിട്ട് അവിടെ വന്നിരുന്ന് ഊണ് കഴിച്ചിട്ട് അല്പം കള്ളൊക്കെ കുടിച്ചിട്ട് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ലാസ്റ്റ് സമയങ്ങളില് ക്ലാസ്സിലെ സാറുമാരൊക്കെ ക്വസ്റ്റ്യനെ പറ്റി ചോദിക്കുമ്പോൾ ചാടിക്കയറി ഉത്തരം പറയുകയും ചോദിക്കുന്നതിന് മുമ്പ് ആൻസർ പറയുകയും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ അടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് ചെറുപ്പത്തിലെ ചെറിയ മദ്യപാനത്തിൻ്റെതായ ആ ഒരു രീതിയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വീട്ടിലെ പിന്നെ കൃഷിക്കാരാണ്. മറ്റെന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഗുണം കണക്കിനാണ് കള്ള് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വച്ചിട്ട് പിതാവിന്റെ സഹോദരങ്ങൾ ബന്ധുക്കൾ അവരൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് വീട്ടിലുണ്ടായിരുന്നത്. അവർക്ക് അവര് കുടിക്കാനായിട്ട് ഈ കള്ള് ഊറ്റി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഈ കള്ളൊക്കെ ഊറ്റി കുടിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി പോകുമ്പോൾ തന്നെ ഈ ക്രിസ്തീയ വിശ്വാസവും ബൈബിൾ സംബന്ധമായ കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ഈ ഷാപ്പ് നടത്തുന്ന എൻ്റെ സ്നേഹിതന്റെ പിതാവ് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുകയും യേശുവിൽ അദ്ദേഹം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ തന്നെ ഹൈന്ദവ ആചാരപ്രകാരമാണ് ജീവിക്കുന്നു. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നെ എൻ്റെ ചെറുപ്രായത്തിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഹൈന്ദവരും ഞങ്ങളെ ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരുമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ മതം എന്നല്ലാതെ ജീവിതത്തിൽ എന്താണ് വ്യത്യാസം? അവര് കള്ള് കുടിക്കുന്നുണ്ട്, ഞങ്ങളും കള്ള് കുടിക്കുന്നുണ്ട്. അവര് ബീഡി വലിക്കുന്നുണ്ട്, ഞങ്ങൾ ബീഡി വലിക്കുന്നുണ്ട്. അവര് തെറി വിളിക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും തെറി വിളിക്കുന്നവരുണ്ട്. അടിവെക്കും, അടി ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഉപ്പാപ്പന് ഒരു ഹൈന്ദവ സഹോദരൻ അവരുടെ ഒരു വിശേഷ ദിവസം കള്ള് കുടിച്ച് ഇല്ലാതെ അമ്മയുടെ വെളുപ്പാൽ കുടിച്ച് ഏത് നസ്രാണി ഉണ്ട് ഇവിടെ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ച സാഹചര്യത്തില് ഞാനുണ്ടടാ എന്ന് പറഞ്ഞു ചെന്ന് അദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, നമ്മളും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? യേശു പഠിപ്പിച്ച യേശുവിന്റെ ഉപദേശവും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും ഇന്നുള്ള ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്നവരും തമ്മിൽ വ്യത്യാസമില്ലേ എന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ തുലനം ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യവും ആചാരങ്ങളും ഒക്കെ മറ്റൊരു നിലയിൽ നടക്കുന്നെങ്കിലും ജീവിതം നോക്കുമ്പോൾ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മനസ്സിലെ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ജീവിക്കുന്നെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളത്തിൽ കടന്നു വരുവാനായിട്ടിടയായി. ആ ഒരു ചിന്തയോടെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്ത്യ എവരിയോ ക്രൂസൈഡിന്റെ ഒരാഴ്ചത്തെ ക്യാമ്പ് ആലപ്പുഴയിൽ നടക്കുവാനായിട്ടിടയായി. ആ ക്യാമ്പിൽ പോയി പങ്കുചേർന്നു. അങ്ങനെ ആ ക്യാമ്പിൽ വെച്ച് എനിക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാനായിട്ട് ദൈവം അവസരം തന്നു. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ്സിലെ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂളില് മറ്റുള്ളവർക്ക് ട്രാക്റ്റുകൾ കൊണ്ട് കൊടുക്കുക, അവരോട് യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുവാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോകുന്നു. എങ്കിലും ഞങ്ങളെ ആ പാരമ്പര്യ അനുഭവത്തിലാണ്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ എൻ്റെ അമ്മ ഈ രോഗസൗഖ്യം ലഭിച്ചു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലെ ഐക്യമൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അമ്മയുടെ
വീട്ടിലെ അമ്മയുടെ പിതാവും മാതാവും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ആ കൂട്ടായ്മയിലൊക്കെ പങ്കുചേരും. എന്നാൽ അമ്മയെ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അമ്മയ്ക്ക് ഈ ആസ്മയുടെ അസുഖം മാറി. അത് കഴിഞ്ഞ ശേഷം ചില നാളുകൾക്ക് ശേഷം ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്നിട്ട് ഞങ്ങളുടെ 3 പേരെയും ഓപ്പറേഷൻ ചെയ്തത് സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ട് ആണ് എന്നുള്ളത് കൊണ്ട് അമ്മയ്ക്ക് ആ കാര്യത്തിലും ഭയങ്കര നിരാശയായിരുന്നു. എന്നാലേ ദൈവം പ്രാർത്ഥിച്ച് ആ വിഷയത്തിലും ദൈവം അത്ഭുത സൗഖ്യം നൽകി. അതിനുശേഷം ദൈവദാസന്മാരെ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, സ്നാനം ശരിയാണ് എങ്കിൽ കർത്താവ് എനിക്കത് വ്യക്തമാക്കി തരണം, അങ്ങനെയെങ്കിൽ ഞാൻ സ്നാനപ്പെടാം. കാരണം അന്നത്തെ രീതി അനുസരിച്ച് മാറി മാറി വരുന്ന ഫാഷൻ അനുസരിച്ച് ഉള്ള സ്വർണ്ണ വളകള്, കമ്മല്, അതുപോലെ നല്ല തടിച്ച മാലകള്, ഇതൊക്കെ ഇട്ട് നല്ല ആർഭാടമായി ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക് അമ്മയ്ക്കുണ്ടായത്. ഇതൊക്കെ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാല് അമ്മ പ്രാർത്ഥിച്ച ഒരു രാത്രിയിൽ ദർശനത്തിൽ അമ്മ സ്നാനപ്പെടുന്നതും അമ്മയെ സ്നാനപ്പെടുത്തുന്നതായ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് ഇടയായി. അതിനുശേഷമാണ് അമ്മ വീട്ടിൽ പോയി ഒരു കാര്യങ്ങളെ പറഞ്ഞു. അവിടുന്ന് തിരുവല്ലയിലെ ഒരു മീറ്റിങ്ങിനെ കടന്നു പോവുകയും 20 പേരൂരെ വെച്ച് സ്നാനപ്പെടുവാൻ ചെന്നപ്പോൾ അമ്മ ദർശനത്തിൽ കണ്ടതുപോലെയുള്ള സ്നാനക്കടവ് കാര്യങ്ങളെ ഒക്കെ അങ്ങനെ അമ്മയ്ക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മ സ്നാനപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാന്, എൻ്റെ പിതാവ്, ഞങ്ങളെല്ലാം വളരെ എതിരായി, വളരെ ശക്തമായിട്ട് ഞങ്ങളെ എതിർത്തു. എങ്കിലും അമ്മ ആ എതിർപ്പിനെ ഒന്നും വകവയ്ക്കാതെ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 23 വീട്ടുകാരാണ് ഞങ്ങൾ അവിടെ ഉള്ളത്. അതിലെ മൂല കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബമാണ്. അതുകൊണ്ട് മെയിൻ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്നാലേ അമ്മ പള്ളിയിലെ സ്ത്രീ സമാജം മറ്റേ കാര്യങ്ങൾക്കൊക്കെ പോവുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം അവരോട് ഇതല്ല സത്യം എന്ന് പലപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അവരാരും അത് ഉൾക്കൊണ്ടില്ല. അതിനുശേഷം ഞാന് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുടലും അറിയുന്ന ഒരു രോഗം, ഒരസുഖം എനിക്കുണ്ടായിട്ട്. ഞാൻ എന്ത് കഴിച്ചാലും ആഹാരം എൻ്റെ ശരീരത്തെ പിടിക്കത്തില്ല, അത് ദഹിക്കത്തില്ല, ലൂസ് മോഷനായിട്ട് അതിങ്ങനെ പോകും. ഞാൻ ഒന്നിനൊന്നിനെ ക്ഷീണിച്ചു വരാൻ തുടങ്ങി. എനിക്ക് ചെറിയ നെഞ്ചിനകത്ത് വേദന. അങ്ങനെയുള്ള സാഹചര്യത്തിലെ പല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. എന്നാല് ഞങ്ങളുടെ അവിടെ പിന്നെ ഒരു ദൈവദാസി CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബമാണ്. അവരാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ദേശത്തെ വിശ്വാസത്തിൽ വരുന്നത്. ആ അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം സ്തോത്രാമ്മ സ്തോത്രാമ്മ എന്നാണ് അമ്മച്ചിയെ വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ പിന്നെ ഈ കൈത അതിന്റെ തഴ പൂന്തി ഉണക്കി തലപ്പ നെയ്യാനായിട്ട് കൃഷിയോടുള്ള ബന്ധത്തിലും അല്ലാതെയൊക്കെ ഈ പായത്തിന്റെ കാര്യങ്ങൾക്കും നെയ്യാനും ഒക്കെ ആയിട്ട് ഈ എന്തെങ്കിലും വരുമായിരുന്നു. അങ്ങനെ ഒരിക്കലെ ഈ തലപ്പ നെയ്യാനായിട്ട് വന്ന സമയത്ത് എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ വയറിനെ കൊട്ടി നോക്കിയപ്പോഴാണ് ഈ കുടല് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. സൗണ്ട് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ആ പ്രിയ മാതാവ് അല്പത്തിലുമൊക്കെ അറിയാവുന്നത് കൊണ്ട് എണ്ണ പുരട്ടി എൻ്റെ വയറ്റിട്ട് തിരുമ്മി ആ കുടല് പിടിച്ച് നേരെ ഇട്ടു. അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം. 2 ദിവസത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആഹാരമൊക്കെ ദഹിക്കുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഞാൻ കട്ടിയായിട്ട് എന്തെങ്കിലും സാധനം എടുക്കുകയോ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വീണ്ടും പഴയതുപോലെ പറയും. അങ്ങനെ പല പ്രാവശ്യം ഇത് തിരുമ്മി നേരെ ഇടുകയും വീണ്ടും മറിഞ്ഞ് അത് പോവുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് എങ്ങനെ പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പോയാൽ എന്താകും അമ്മ, ഏതെങ്കിലും നല്ല ഡോക്ടറെ എന്നെ കൊണ്ട് കാണിക്കണം. എല്ലാ കാര്യം അമ്മയോടാണ് പറയുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, എന്തായാലും നീ ഇന്ന് സ്കൂളിൽ പോകും, ഉച്ച കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോകാം, ഉച്ച വരെ നീ ഉള്ള ബുക്കുമായിട്ട് പോയാൽ മതി,
ആഹാരം കൊണ്ടുപോകണ്ട, ഉച്ച കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ് എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അമ്മ വീട്ടിലെ ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിരവയുടെ മുകളിൽ നിന്ന് വളരെ ദുഃഖത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മകന്, എനിക്ക് നീ സൗഖ്യം തന്നു, എന്റെ മകന് നീ ഒരു വിടുതൽ നൽകുകയാണ്. അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എന്റെ ഈ കുടല് ഓട്ടോമാറ്റിക്കലി തനിയെ നേരെ ഇങ്ങനെ സ്ലിപ്പായി വീഴുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഞാൻ എന്റെ വയറില് ഇങ്ങനെ രണ്ട് സൈഡിലും കൊട്ടി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി ഇത് കുടല് നേരെ വീണിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഇന്റർവെൽ വിട്ടപ്പോൾ ഞാൻ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി ഓടി, തല കുത്തി മറിഞ്ഞു. കാരണം ഇത് നേരെ വീണത് ഇനി മറിഞ്ഞു പോവോ ഇല്ലയോ എന്നറിയണ്ടേ. അങ്ങനെ ഓടുകയും തലകുത്തി മറിയുകയൊക്കെ ചെയ്ത് യാതൊരു പ്രശ്നവുമില്ല. ഉച്ചക്ക് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് വീട് വരെ ഓടി. അങ്ങനെ ഓടി വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരു അത്ഭുതം നടന്നു, എന്റെ കുടല് നേരെയായി. അപ്പോൾ അമ്മ സമയം ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിന്റെ ഇതിന്റെ അനുസരിച്ച് സമയം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാന് തേങ്ങ ചേർന്നിക്കൊണ്ടിരുന്നപ്പോൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയമായി. ഏതായാലും ദൈവം ആ സമയത്ത് പ്രാർത്ഥന കേട്ട് നിനക്ക് സൗഖ്യം തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് തിരിച്ച് അവിടെ നിന്ന് ഓടി സ്കൂളിൽ വന്നു. അന്ന് സ്കൂളിൽ ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിന് കൂടി. തുടർന്ന് എനിക്ക് ദൈവം അങ്ങനെ ഒരു അത്ഭുത സൗഖ്യം അവിടെ തന്നു. അതിനുശേഷവും എനിക്ക് വിശ്വാസം ഉണ്ട്, എന്നാൽ ഞാൻ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ആ സമയത്താണ് എടത്തുവായിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു പ്രവർത്തനത്തിനായിട്ട് വരികയും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ ഉള്ള ഇതൊക്കെ പിന്നെ ഇന്ത്യ ക്രൂസൈഡിലെ ഒരു പ്രവർത്തകൻ മുഖാന്തരം അറിയുവാനായിട്ട് ഇടയായി. ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ഒരു ഗ്രൂപ്പ് പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ദേവദാസൻ വന്നു, അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ തുടർമാനമായിട്ട് ഞങ്ങളുടെ ആത്മീയ പിതാവ് എന്ന് പറയാൻ കഴിയുന്ന ആ ദേവദാസൻ സംഗീത് സക്കറിയ എന്ന് പറയും. ആ ദേവദാസൻ എടത്തുവായിൽ നിന്ന് ഞങ്ങളുടെ അവിടെ ബോട്ടിന് വരും, എന്നിട്ട് വീട്ടിൽ വരും, സുവിശേഷം പറയും, മറ്റുള്ളവരെ ഞങ്ങളുടെ സുവിശേഷം പറയും. അങ്ങനെ പ്രാരംഭ സമയങ്ങളിലെ ആ ദേവദാസൻ വന്നു ഞങ്ങളുടെ വീട്ടിലെ ഒരു ആത്മീയ കൂട്ടായ്മ ആരംഭിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയ കൂട്ടായ്മ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം അവിടെ പ്രശ്നമായി. പള്ളിയിലെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പള്ളിയിലെ സകല വിശ്വാസികളും ചേർന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഞങ്ങളുടെ വീട് കൂതാശ ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന് ബഹളം ഉണ്ടാക്കി. ദൈവദാസനെ കോളറിനെ പിടിച്ചിട്ട് ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത്, വന്നാൽ അടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിടുവാനായിട്ടിടയായി. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, എന്റെ ദൈവദാസന്റെ മേൽ നീ കൈവച്ചാൽ നിന്നെ ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു പേരപ്പന്റെ മകനാണ് അദ്ദേഹം. പട്ടാളത്തിൽ ആർമിയിലായിരുന്നു. ആർമിയിൽ തന്നെ പെൻഷനായി വന്ന സമയമാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയാണ്, ആരും ഒന്നും അദ്ദേഹത്തെ തിരിച്ചു ചെയ്യത്തില്ല. നിന്നെ ഞങ്ങൾക്ക് തല്ലാൻ പറ്റില്ല, ദൈവം നിന്നെ അടിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, എന്റെ വീട്ടിലെ ഈ ആരാധന നടക്കുന്നു, ഈ വീട്ടിലെ എന്റെ ദൈവദാസനെ വിലക്കുവാൻ നിനക്ക് അധികാരമില്ല. എന്റെ ദൈവദാസൻ അടുത്ത ആഴ്ചയിൽ ഇവിടെ വരും, പക്ഷെ നിന്റെ അച്ഛൻ വരത്തില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത ആഴ്ച കുർബാനയ്ക്ക് വരേണ്ട അച്ഛൻ രാവിലെ എഴുന്നേറ്റപ്പോ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി, അച്ഛൻ ആശുപത്രിയിലായി. പക്ഷെ ഞങ്ങളുടെ പാസ്റ്റർ അദ്ദേഹം അന്നും ആരാധന നടത്തുവാനായിട്ട് അവിടെ വന്നു. ആരാധന നടത്തി തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഉപദ്രവിക്കുവാനായിട്ട് കൈയോങ്ങിയെങ്കിലും അടിച്ചില്ല. എന്നാൽ പാസ്റ്റർ സ്തോത്രം പറഞ്ഞേ പോയി. പിറ്റേ ആഴ്ച അദ്ദേഹം ആരാധനയ്ക്ക് വന്നു. എന്നാൽ പിറ്റേ ആഴ്ച ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ അപ്പാപ്പന്റെ അവിടെ നെല്ല് കുത്തുന്ന മില്ലുണ്ട്. ആ മില്ലിലെ മോട്ടറും മില്ലുമായി അതിന്റെ ആ ബെൽറ്റ് പൊട്ടിയിട്ട് അത് അദ്ദേഹത്തിന്റെ കരം വന്നടിച്ച് കണ്ണ് കലങ്ങി നീര് വെച്ച ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. 3 ആഴ്ച ആ പള്ളിയിലെ കുർബാന ചെല്ലുവാൻ അച്ഛൻ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം.
പാസ്റ്ററെ ഉപദ്രവിക്കാനായിട്ട് ഭീഷണിപ്പെടുത്തിയ ആൾക്ക് ബെൽറ്റിന്റെ അടി കിട്ടി. മനുഷ്യരാരെങ്കിലും തല്ലിയാൽ തിരിച്ചു കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു ഉപദ്രവം വന്ന അമ്മ പറഞ്ഞു, സഹോദരങ്ങളായതുകൊണ്ട് ഉപ്പാപ്പന്റെ മോനാണ് ഒരു അനുജൻ എന്നുള്ള നിലയിൽ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ നീ ദൈവദാസനെ തല്ലാൻ നോക്കിയ ദൈവം നിന്നെ തല്ലി, ഞങ്ങൾ ആരും തല്ലിയില്ല. ഇതാണ് ദൈവത്തിന്റെ കരം എന്നൊക്കെ പറയുവാനായിട്ടിടയാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ്. പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും അങ്ങനെ അവിടെ ആരാധന ആരംഭിക്കുവാൻ, അത് ശക്തമാകുവാൻ, ആത്മാക്കളോടെ വിനിയോഗിക്കപ്പെടുവാൻ ഇടയായി. തുടർന്ന് ആ ദൈവദാസൻ മുഖാന്തരം എനിക്കും കർത്താവിനെ ജഡത്തിൽ സാക്ഷിപ്പാൻ ഇടയായി. അങ്ങനെ ആണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാന് രക്ഷിക്കപ്പെട്ട് അതിനുശേഷം സ്കൂൾ ജീവിതത്തോടുള്ള ബന്ധത്തിലായിരുന്നത് കൊണ്ട് സ്നാനപ്പെടാതെയൊക്കെ അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കാതെ ഇരുന്നു. എങ്കിലും 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. ആത്മീയ കാര്യങ്ങളിലെ ഈ ദൈവദാസൻ മുഖാന്തരം ഞങ്ങളെ കാരണം വളരെ ഞങ്ങളെ ഉത്സാഹിപ്പിക്കും. ഞങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇപ്പോഴും വളരെ സ്നേഹത്തോടെ വന്ന് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോവുകയും സുവിശേഷം പറയാനായിട്ട് മറ്റുള്ള ഇടങ്ങളിൽ കൊണ്ടുപോവുകയും ഒരുമിച്ച് ആ ദൈവദാസനോടുകൂടെ നടന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ചെറുകര, കാവാലം, മറ്റേ നെടുമുടി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. അങ്ങനെ അദ്ദേഹത്തോടു കൂടെ നടന്നത് നിമിത്തം ഒരു സുവിശേഷീകരണത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണം എന്നുള്ളതായ ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ കടന്നു വരുവാനായിട്ട്. അപ്പോൾ തന്നെ വലിയ ആത്മീയ തീഷ്ണതയായി. ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പനും വല്യമ്മയും മറ്റുള്ളവരും ഒക്കെ നീ പ്രീ ഡിഗ്രിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോൾ ആവശ്യത്തിന് വിദ്യാഭ്യാസം മതി എന്നുള്ള ഒരു ചിന്ത കടന്നതുകൊണ്ട് പിന്നെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഉത്സാഹം മനസ്സിലില്ലായി. അപ്പോൾ തന്നെ ഈ മെക്കാനിസം മറ്റുള്ള കാര്യങ്ങൾ ഇതിനോടൊക്കെയുള്ള ഒത്തിരി താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ അതിന്റെ കാര്യങ്ങൾ എഞ്ചിനീയറിങ്ങിനെ അതിനെക്കുറിച്ചുള്ളത് പഠിക്കാനായിട്ട് ഐടിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രീ ഡിഗ്രിക്ക് പോകാൻ നിർബന്ധിച്ചുവെങ്കിലും ഞാൻ പോയില്ല. ഞാൻ റേഡിയോ ആൻഡ് ടെലിവിഷന്റെ ഇത് പഠിച്ചു. അത് പഠിച്ച് അതിന്റെ പരീക്ഷയൊക്കെ എഴുതി. എന്നാൽ ലാസ്റ്റ് പരീക്ഷയുടെ സമയമായപ്പോൾ ഞായറാഴ്ചയാണ് അതിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ. അപ്പോൾ ഞാന് പറഞ്ഞ് എനിക്ക് ഞായറാഴ്ച പരീക്ഷ എഴുതി പാസ്സായ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ജോലിയും വേണ്ട. ഞാൻ ആരാധന മുടക്കിയിട്ടുള്ള പരിപാടിയില്ല. അങ്ങനെ ഒരു ആത്മീയ തീക്ഷ്ണതയിൽ നിന്നതുകൊണ്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് പോരുവാനായിട്ട് ഇടയായി. പിന്നെ അതിന്റെ പരീക്ഷ എഴുതുവാനോ അതിൽ സംബന്ധമായ ഒരു കാര്യങ്ങൾക്ക് പോകുവാനോ ഇടയായി. അതിനുശേഷം വീണ്ടും ഈ റേഡിയോ ആൻഡ് ടെലിവിഷന്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിൽ നിർബന്ധം, നീ ഒന്ന് പഠിക്കണം. അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രിക്ക് ചേരുവാനായിട്ട് ഇടയായി. പ്രീ ഡിഗ്രി അത് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ ഈ 35 ഏക്കർ കൃഷി സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റു. അതെ, ആ പൈസ മുഴുവൻ എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠനും അനുജനും അവരെ കോട്ടയത്ത് ആനന്ദ് അഭിലാഷ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആനന്ദ് അഭിലാഷ് തിയേറ്ററിന്റെ തൊട്ടടുത്ത് തന്നെ കെ തോമസ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ് പലചര ഹോൾസെയിലിന്റെ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കടയിലേക്ക് ഈ പൈസ എല്ലാം മുടക്കി അത് ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ പിതാവും ദിവസവും രാവിലെ കോട്ടയത്ത് പോകും, വൈകിട്ട് കോട്ടയത്ത് നിന്ന് ഈ കട ബിസിനസ് കഴിഞ്ഞ് വരും. അങ്ങനെ ഇവർ 3 പേരും ആ ബിസിനസ് ലൈനിലേക്ക് മാറുവാനായിട്ടിടയായി. അപ്പോ അങ്ങനെ വന്ന ആ സാഹചര്യത്തില് ബിസിനസ് ലൈനിലേക്ക് അവര് പോയി. അപ്പോൾ തന്നെ ഇവരെല്ലാം നല്ല മദ്യപാനമുണ്ട്, നല്ല നിലയിൽ അവര് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ എന്നറിയത്തില്ല, കടയിലെ കടബാധ്യതകളെ വർദ്ധിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു സുപ്രഭാതത്തില് അവരെ കട നിർത്തണം എന്നുള്ളതായ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ
ചില സാമ്പത്തികമായ തകർച്ചയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പിതാവും ഈ വിശ്വാസത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി. അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച വന്നില്ല എങ്കിൽ ഒരിക്കലും പിതാവ് വിശ്വാസത്തിൽ വരാനുള്ള സാധ്യതയും. അങ്ങനെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്ന് ഞങ്ങളെ കുടുംബത്തിലെ എൻ്റെ പിതാവ്, മാതാവ്, ഞാൻ, എൻ്റെ 2 സഹോദരങ്ങളെ ഞങ്ങളുടെ കുടുംബമായിട്ട് വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് ആത്മീയമായ കാര്യങ്ങളിലെ വളരെ ശുഷ്കാന്തിയോടുകൂടി പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് തന്നെ നിർബന്ധത്താൽ പോയി പഠിക്കുന്നു എങ്കിലും എനിക്ക് ഒരു ബിസിനസ് മൈൻഡിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടനാട് ഏരിയ ആണ്, മുഴുവൻ കൃഷിയിടങ്ങളായതുകൊണ്ട് വളം ഡിപ്പോ തുടങ്ങാനായിട്ട് അതിന്റെ ലൈസൻസ് എടുത്തു. അതിന്റെ ഏജൻസി തുടങ്ങി. തിരുനെല്ലം ഏജൻസീസ് എന്ന് പറഞ്ഞ വളം, അതുപോലെ തന്നെ വിഷം, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ഇതിന്റെ ഏജൻസിയും ലൈസൻസും ഒക്കെ എടുത്ത് ആ നിലയില് ഞാൻ ബിസിനസ് ലൈനിലേക്ക് മാറുവാനായിട്ട് ഇടയായി. അപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നു എങ്കിലും കൂടുതലും ബിസിനസ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി. അങ്ങനെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് പഠിത്തമൊക്കെ ഏകദേശം കുഴപ്പി. ബിസിനസ്സിൽ ഇങ്ങനെ പോകുവാനും പിന്നെ ഏതാ ഓഫീസിൽ പോയി അവിടെ കണക്ക് കൊടുക്കണം. അപ്പോൾ തന്നെ ഈ സബ്സിഡി ആയിട്ട് ഈ വളമൊക്കെ കൊടുക്കുമ്പം അതിന്റെ കൂപ്പണുകളൊക്കെ കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഇതിന്റെ പൈസ വാങ്ങിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി ആ ഒരു ബിസിനസ് ലൈനിലേക്ക് പോകുവാനായിട്ട്. ഈ ബിസിനസ് ലൈനിലേക്ക് മാറിയെങ്കിലും എൻ്റെ ഉള്ളില് വിശേഷം മറ്റുള്ളവരോട് പറയണം, ഈ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം. അപ്പോൾ തന്നെ എൻ്റെ സ്വന്തക്കാരെ ചർച്ചക്കാരായിരിക്കുന്ന നടുവിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിച്ച് കാണിക്കണം എന്നുള്ളതായ ആ ഒരു ചിന്ത എന്നെ പരിശോധിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ തന്നെ കാരണം. ഞങ്ങളുടെ സ്വന്തക്കാരെ ചർച്ചക്കാരെ അവരും മറ്റുള്ള ഹൈന്ദവരും മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. പേരിനെ ക്രിസ്ത്യാനിയാണെങ്കിലും ജീവിതം കൊണ്ട് അവരെക്കാളും ഒട്ടും വ്യത്യസ്തരല്ല. അപ്പോൾ അങ്ങനെ ജീവിച്ച ഞാനൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തു പറയുന്ന ഉപദേശവും കർത്താവിന്റെ ആ ശിഷ്യത്വത്തിൽ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ഒരു നല്ല ക്രിസ്തു ഭക്തനായി ജീവിച്ച് കാണിക്കണം എന്നുള്ളതായ ഒരു ചിന്ത എന്നെ ഭരിക്കുവാനായിട്ടിടയാണ്. അങ്ങനെ ആ ഒരു താല്പര്യത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് ചിങ്ങവനത്തെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ കൺവെൻഷൻ നടക്കുന്നത്. ഞങ്ങളെ കാവാലത്തെ ചർച്ച് ഓഫ് ഗോഡ് മുളക്കുഴ കേന്ദ്രമായിട്ടുള്ള ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളെ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ചിങ്ങവനത്ത് എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോ അവിടെ അമ്മ വീട്ടില് ഇങ്ങനെ പോവുകയും ചെയ്യും, അവധി കിട്ടുമ്പോഴൊക്കെ പോകും. അവിടെ ഒരു കൺവെൻഷൻ ഇങ്ങനെ ന്യൂ ഇന്ത്യയുടെ നടക്കുന്ന സമയത്ത് ഞാൻ ആ കൺവെൻഷനിനെ വൈകുന്നേരം പങ്കുചേരുവാൻ കടന്നു പോയപ്പോൾ ജ്യോതിമാർഗം മാസികയുടെ ബുക്ക് സ്റ്റാള്, അവിടെ ഞങ്ങളുടെ ചർച്ചകളുടെ തന്നെ പാസ്റ്ററാണ് PG മാത്യു സാർ. അദ്ദേഹം ആ ബുക്ക് സ്റ്റാളില് അവിടെ ഇരിക്കുന്നു. ഞങ്ങളെ ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ വാകത്താനത്തെ ടാബർനാക്കിൾ ബൈബിൾ കോളേജിനെ കുറിച്ച് പറയുകയും അവിടെ ചേർന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിൽ വലിയ താല്പര്യമുണ്ടായി ദൈവവചനം പഠിക്കാൻ കടന്നു പോകണം. അങ്ങനെ ഞാന് വാകത്താനത്തെ ടാബർനാക്കിൾ ബൈബിൾ കോളേജിൽ ചേർന്ന് ദൈവവചനം പഠിക്കുവാനായിട്ട് തീരുമാനിക്കുകയും വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവിടെ തന്നെ എല്ലാ ആഴ്ചയിലും വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഈ വളണ്ടിപ്പോയുടെ കാര്യങ്ങളും അത് വീട്ടിലെ എല്ലാ ആഴ്ചയിലും വന്ന് നോക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള ഒരു ക്രമീകരണം എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചേർന്ന് പഠിക്കുവാനായിട്ടിടയായി. എനിക്ക് ആകെ അറിയാവുന്നത് അവിടെ വന്ന് ഞങ്ങളെ വചനം പഠിപ്പിച്ചിട്ടുള്ള ദൈവദാസന്മാരെ, അവരെ ഞങ്ങളെ ദൈവദൂതന്മാരെ പോലെ കാണുന്നു. അവര് കാണിക്കുന്നതായ മാതൃകകളും അവരുടേതായ ഉപദേശങ്ങളും ഒക്കെ ആണ് ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത്. അപ്പോൾ ആ ഒരു ഭക്തിയോടും
ആ ഒരു ആത്മീയ തീക്ഷ്ണതയോടും കൂടി ആണ് ഞാൻ ബൈബിൾ കോളേജിൽ ചെല്ലുന്നത്. പക്ഷേ ബൈബിൾ കോളേജിൽ ചെന്ന് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ദൈവദാസന്മാരുടെ തനി നിറം എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ തനി സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ എൻ്റെ കൂടെ വേറെ പഠിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. അതിലെ ഒന്ന് രണ്ട് സഹോദരന്മാര് പറഞ്ഞ ഇത് നമുക്ക് പറ്റിയ പണിയല്ല, നമുക്ക് നേരെ ഗൗരവനെ ജീവിച്ച് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് അങ്ങ് നിത്യതയിൽ ചെല്ലണം, അല്ലാതെ നമ്മളൊരു ഉപദേശിപ്പണിക്ക് ഇറങ്ങിയവരല്ല, നമുക്ക് നന്നായിട്ട് ജീവിക്കണം, അതിന് ഇത് പറ്റത്തില്ലല്ലോ എന്ന് പറയുവാനാണ്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങളെ കോളേജിൽ ചേർന്നപ്പോൾ അവിടെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ SSLC ബുക്ക് അവിടെ കൊണ്ട് കൊടുക്കണം. ഞങ്ങള് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ ആകുമ്പോൾ മാത്രമേ അത് ഞങ്ങൾക്ക് തിരികെ തരുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പഠിത്തം നിർത്തി പോയാൽ ഞങ്ങൾക്ക് വേണ്ടി സെമസ്റ്റർ ഫീസായിട്ട് ചെറിയൊരു തുകയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ബാക്കി ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയും അതുകൂടാതെ അവർ പറയുന്ന പിഴയും അടച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ബുക്ക് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളതായ നിയമങ്ങളാണ്. അപ്പം ഞങ്ങള് ഈ സർട്ടിഫിക്കറ്റ് ബുക്കും കൊടുത്ത് സെമസ്റ്റർ ഫീസും അടച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇനിയിപ്പം പഠിത്തം നിർത്തി ഊരിപ്പിരിയാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, അപ്പോൾ തന്നെ അവിടെ ഞങ്ങളെ 6-7 സഹോദരന്മാര് ചേർന്ന് രാത്രിയിലെ ശക്തമായിട്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന അല്ലാതെയുള്ള പ്രേയർ ഗ്രൂപ്പുകളെ ഇങ്ങനെയുള്ള ഒരു ആത്മീയ കൂട്ടായ്മ ബന്ധം ഞങ്ങളുടെ സഹോദരൻ, അതിനൊക്കെ അവിടെ ഭയങ്കര എതിർപ്പായി. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയും ഞങ്ങളുടെ ഈ ആത്മീയമായ ഈ കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ രീതിക്കനുസരിച്ച് പൊക്കോണം എന്നുള്ളതായ ഒരിതാണ്. അതൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടെയുള്ളവര് എങ്ങനെയെങ്കിലും പഠിത്തം നിർത്തി വീട്ടിൽ പോകാം, പക്ഷേ സർട്ടിഫിക്കറ്റ് ബുക്ക് കൈ തിരിച്ച് കിട്ടത്തില്ലല്ലോ, ഇത് കിട്ടാതെ വീട്ടിൽ പോക്ക് നടക്കത്തില്ല. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് എന്തു ചെയ്യും എന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള സഭാ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ സണ്ണി സക്രിയ പാസ്റ്റർ മാറി തോമസ് സക്രിയ എന്ന് പറയുന്ന വേറൊരു ദൈവദാസൻ ഞങ്ങളുടെ അവിടെ വന്നു. അദ്ദേഹമാണ് ഈ ബൈബിൾ കോളേജിൽ പോകാനും ബൈബിൾ കോളേജിലെ സാറുമായിട്ടുള്ള കാരണം ഈ മാത്യു സാർ എന്ന് പറയുന്ന സാറിന്റെ നാട്ടിലെ സഭാ ശുശ്രൂഷയിൽ ഇരുന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അവിടേക്ക് സ്ഥലം മാറി വരുന്നത്. അതുകൊണ്ട് സാറിന് നല്ല പരിചയമാണ്. അപ്പോൾ ഈ ദൈവദാസൻ മുഖാന്തരമാണ് എനിക്ക് എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോയി വരാനുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ആഴ്ചയും ഈ ദൈവദാസനോട് പറയും. അപ്പോൾ ഈ ദൈവദാസന് ഈ കാര്യങ്ങളൊക്കെ കേട്ട് എന്നോട് പറയും, മോനെ നീ അങ്ങനെ ഉഴപ്പരുത്, അത് എങ്ങനായാലും ഇത് പഠിച്ച് പൂർത്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ചു വിടും. അപ്പോൾ ഞാൻ പലപ്പോഴും പറയും, എൻ്റെ പാസ്റ്റർ എങ്ങനാ ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, എങ്ങനെയെങ്കിലും പരിപാടി നിർത്തിയാലേ ഒക്കത്തുള്ളൂ. അതുകൂടാതെ ഞാനവിടെ പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സാർ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് വിളിയും തിരഞ്ഞെടുപ്പും ലഭിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഉറപ്പെന്താണ്? ഇത് ഞങ്ങളെ ഒരു എന്താ പറയുക ചിന്താക്കുഴപ്പത്തിലാണ്. കാരണം പോകണം, ഈ ഉള്ളിൽ താല്പര്യമുണ്ട്, സുവിശേഷം അറിയിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം, ഈ സുവിശേഷം കേൾക്കാത്തവരോട് ഈ സുവിശേഷം ചെന്ന് പറയണം എന്നുള്ളതായ ആഴമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് ഈ സുവിശേഷ വേലയ്ക്ക് വിളി ലഭിച്ചു എന്ന് വ്യക്തമായിട്ടൊരു ഉറപ്പ് പറയാൻ അത് പറ്റാത്ത ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോ ചിന്തിച്ചു എങ്ങനെയെങ്കിലും പഠിത്തം നിർത്താം. പക്ഷേ പഠിത്തം നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എന്തെങ്കിലും ഒരു പ്ലാൻ ഒരുക്കിയാൽ ഇത് ഷെയർ ചെയ്താൽ ഔട്ടാവും. അപ്പൊ ആദ്യമേ ഈ വർഷം തീരുന്നതിന് മുമ്പ് പഠിത്തം നിർത്തണം എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചു. എന്റെ സർട്ടിഫിക്കറ്റ് ബുക്ക് എനിക്ക് തിരികെ വേണം, അതിനുവേണ്ടി എന്തോ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ മറ്റുള്ള ആൾക്കാർ സഹോദരന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു,
നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ് ബുക്ക് തന്നുവിടും. നമ്മളെ തനിയെ പോയാൽ നമ്മൾ പഴയ ഇടത്തേ പോകാൻ പറ്റുന്നു. അപ്പം പിന്നെ പറഞ്ഞു വിടാനുള്ള പണി നോക്കുക എന്നുള്ളത് ഒക്കുള്ളൂ. അതിനുവേണ്ടി ബൈബിൾ കോളേജിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിക്കാത്ത, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് എതിര് പറയുന്ന അങ്ങനെയുള്ളതായ ചില മനഃപൂർവ്വം നമ്മളെ എങ്ങനെയെങ്കിലും ഇത് നമ്മളെ പറഞ്ഞു വിടണം. പറഞ്ഞു വിട്ടാൽ മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റ് ബുക്ക് നമുക്ക് തിരിച്ചു തരൂ. അപ്പൊ അങ്ങനെ നോക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഒപ്പിക്കുമ്പോൾ ഞങ്ങളെ പാസ്റ്ററും ഈ മാത്യു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വിവരം അറിയും. അപ്പൊ പാസ്റ്റർ ഈ സാറിനോട് ഒരു കാരണവശാലും ഈ പുള്ളിയെ പറഞ്ഞു വിടരുത് എന്ന് ഇവര് തമ്മിൽ പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇങ്ങനെ ആയി ലാസ്റ്റ് സെമസ്റ്റർ, ആദ്യത്തെ വർഷത്തിന്റെ ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുന്ന സമയം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതുവരെ ആയിട്ടും ഒരു വിധത്തിലും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് ബുക്ക് വാങ്ങിക്കണം, പരിപാടി നിർത്തണം, നന്നായിട്ട് ജീവിക്കണം, ലഭിക്കുന്നത് പോലൊക്കെ നമ്മൾ സുവിശേഷം പറഞ്ഞ ഒരു നല്ല മാതൃകയോടെ ആദർശത്തോടെ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അത് നടക്കാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, കോപ്പി അടിച്ച് പിടിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പറഞ്ഞു വിടും. അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് മനഃപൂർവ്വം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആദ്യത്തെ ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷയായപ്പോൾ തലേ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കൂടെ ആൻസറൂടെ എഴുതി ആ പേപ്പറും ആയിട്ട് പരീക്ഷാ ഹാളിൽ അവിടെ ചെന്നിരുന്നു. ഇങ്ങനെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മള് ആൻസറൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, ആരും നോക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് മാത്യു സാറ് ഇങ്ങനെ നോക്കാൻ. അങ്ങനെ നോക്കി ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ ആൻസർ എഴുതി വെച്ചിരിക്കുന്നത് എടുത്ത് മേലിൽ വെച്ചിട്ട് നല്ല കൂളായിട്ട് ഇരുന്ന് എഴുതുക. സാറ് നോക്കിയപ്പോഴത്തേക്ക് സാറിന് മനസ്സിലായി ഇവൻ ഇത് ആൻസർ നോക്കി എഴുതുക. എഴുന്നേക്കാൻ പറയും. എഴുന്നേറ്റ് എന്നോട് ഇതെന്താ? ഞാൻ പറഞ്ഞു, ഇത് മുഴുവൻ ഉത്തരം എഴുതി വെച്ചിരിക്കുക. ഉത്തരവാ എന്ന് പറയും. നിനക്കറിയത്തില്ല ഇവിടെ ഇങ്ങനെ കോപ്പി അടിച്ച ആടിയ? ഞാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, കോപ്പി അടിച്ചാലല്ലേ ഒക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് കോപ്പി അടിച്ചു പിടിച്ചത് നിമിത്തം എന്നോട് പറഞ്ഞു, നീ ഓഫീസിൽ പോയി നിൽക്കേ എന്ന് പറഞ്ഞ് എന്റെ പേപ്പർ വാങ്ങിച്ചതിനെ തരും. അത് കഴിഞ്ഞേച്ച് എന്തോ ചെയ്യണം എന്ന് ഞങ്ങളുടെ ഡീനുമായിട്ട് ആലോചിച്ച് അപ്പം പറഞ്ഞു, നമുക്ക് വീട്ടിൽ വിടാം. അപ്പോ ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യാത്തൊരു സാഹചര്യം. അതിന് എന്നോട് പറഞ്ഞു, പോയി പിതാവിനെ വിളിച്ചു, വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മയും ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നെ വിട്ടു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടുന്ന് നേരെ എന്ത് ചെയ്തു, വീട്ടിൽ പോയി ഇട്ടോണ്ട് പോയ ഷർട്ടും പാൻറ്റും വീട്ടിൽ ഊരിയിട്ടു. എന്നിട്ട് വീട്ടിൽ നിന്ന് വേറൊരു ഷർട്ടും പാൻറ്റും ഇട്ട് എന്ത് ചെയ്തു അടുത്ത ദിവസം വന്നു. കാരണം വീട്ടിൽ ചെന്നു എന്നുള്ളതിന് തെളിവാണല്ലോ. ഇട്ടോണ്ട് പോയത് അവിടെ ഊരിയിട്ടത് വേറെ ഇട്ടോണ്ട് വരുമ്പോ അറിയാൻ വീട്ടിൽ ചെന്നെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിൽ ഈ വിവരമൊന്നും പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വീട്ടിൽ വന്നേക്കും പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യത്തിന് വരാൻ അപ്പനും അമ്മയും തയ്യാറല്ല, അതുകൊണ്ട് അവര് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റും. നല്ല കാര്യം, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എന്റെ ബാഗും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. ഞാൻ പാസ്വേഡ് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമാണ്, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് എത്രയും വേഗം എന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരാനുള്ള കാര്യം അവരോട് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു വിട്ടതാ, ഞാൻ മനഃപൂർവ്വം പോകുന്നതല്ല, അതുകൊണ്ട് എന്റെ ബുക്ക് അവിടെ പിടിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. പിടിച്ചു വെച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അതുപോലെ റിബലാകേണ്ടത്. അതുകൊണ്ട് എന്നൊക്കെ പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞപ്പം പാസ്റ്റർ, നീ ശാന്തമായിട്ടിരിക്കുക, കാര്യങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എന്റെ സർട്ടിഫിക്കറ്റ് ബുക്ക് തിരിച്ച് വാങ്ങിക്കുവാനായിട്ട് ഇടയായി. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് തനിച്ച് ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു എന്നുള്ള വ്യക്തമായ ഉറപ്പ് എനിക്ക് വേണം. അപ്പോൾ തന്നെ യെരുശലേമിൽ തുടങ്ങി ഈ വേല ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് എന്റെ ഈ കുട്ടനാട് ദേശത്തെ
എല്ലാ പ്രദേശങ്ങളിലും സുവിശേഷം അറിയിക്കാനുള്ള ഒരു സാഹചര്യവും വേണം. അതുകൊണ്ട് എന്നെ യഥാർത്ഥമായിട്ട് വിളിച്ചതാണ് എങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വന്ന് നിന്ന് പഠിക്കാനും അപ്പോൾ തന്നെ ഈ കുട്ടനാട്ടിൽ സുവിശേഷം അറിയിക്കാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന ഞാനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്നെ സുവിശേഷത്തിലേക്ക് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. അപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതന്മാരുണ്ട്. എൻ്റെ അയൽവാസിയായ ഒരു സ്നേഹിതന് എൻ്റെ അനുജന്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന DYFIയുടെ ഒരു പ്രവർത്തകനാണ്. എന്നാൽ ഏത് കാര്യത്തിനും ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്നെ കണ്ട് നമുക്കൊരു കയ്യെഴുത്ത് മാസിക ഇറക്കാം, അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇറക്കാം. അപ്പോൾ ദേശത്ത് നടക്കുന്നതായ തെറ്റായ കാര്യങ്ങളെ വില്ലേജ് ഓഫീസറോ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും കൈക്കൂലി വാങ്ങിച്ചാൽ MLA ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ അതെല്ലാം ഈ കയ്യെഴുത്ത് മാസികയിൽ ഞങ്ങൾ ഇങ്ങനെ എഴുതി മാസികയാക്കി അത് 2-3 കോപ്പി തയ്യാറാക്കിയിട്ട് ബാർബർ ഷോപ്പ്, വായനശാല ഇങ്ങനെയുള്ളടത്ത് കൊണ്ട് ഇടുക. അവരുടെ അതിന്റെ അടിയിൽ അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ളതായ ഇത് ഒരുക്കുക. അങ്ങനെ ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇവൻ നക്സലായ. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ തന്നെ അതിനകത്ത് ഞാൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ സുവിശേഷ സംബന്ധമായ ലേഖനങ്ങളാണ് ഞാൻ എഴുതാറ്. ചീഫ് എഡിറ്റർ എന്ന് എന്റെ പേര് വെച്ചിരിക്കുന്നു. മറ്റുള്ളവരാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഞാൻ ഇതിനകത്ത് എപ്പോഴും ഒരു ലേഖനം എഴുതുമ്പോൾ സുവിശേഷ സംബന്ധമായ ലേഖനങ്ങളാണ് അതിനകത്ത് ഞാൻ എഴുതാറ്. മറ്റുള്ളവരങ്ങനെ. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ തനിച്ച് വീട്ടിലെ മുറി അടച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വീട്ടുകാർക്കൊക്കെ ആകെ ഒരു പ്രയാസമായി. അധികം ആരോട് സംസാരിക്കാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെയൊക്കെ വന്നു. മാസ്റ്റർ നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തുടർച്ചയായിട്ട് ആരാധനയ്ക്കും അവിടെ ചർച്ചിൽ പോകാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടി ഇവൻ ആകെ പിന്മാറ്റത്തിലായി എന്നുള്ള ഒരു ചിന്തയിലേക്ക്. എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഞങ്ങളെ ചർച്ചിന്റെ ഒരു മാസയോഗം പായിപ്പാട്ട് വെച്ച് നടക്കുന്നു. അങ്ങനെ ഞങ്ങളെ മാസയോഗത്തിന് എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊരു സംശയം, ഇവനി അവിടെ വന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാനാണോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാല് മാസയോഗത്തിന് പോയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ ദേശത്തെ പുളുങ്ങുന്നിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ബൈബിൾ കോളേജ്, ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ബൈബിൾ കോളേജ് പുളുങ്ങുന്നിലേക്ക് 1 വർഷത്തേക്ക് ആക്കി എന്ന് കേൾക്കുവാനായിട്ടിടയായി. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാപ്പന്റെ മകനുമായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് ഏതായാലും ചങ്ങനാശ്ശേരി പോയി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പോകാം. അപ്പൊ അദ്ദേഹത്തിന്റെ അനുജനും ബൈബിൾ കോളേജിൽ പോകാനുള്ള താല്പര്യത്തോടെ ഇരിക്കുകയാണ്. ഒന്നുകിൽ അവന് അഡ്മിഷന്റെ കാര്യം എപ്പോഴും ഞാൻ എന്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഉപ്പാപ്പന്റെ മോന്റെ അനുജന് വേണ്ടി നമുക്ക് തിരക്കാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അവിടെ ചെന്നു, ചങ്ങനാശ്ശേരിയിലെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്പിച്ചാനെ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന 2 പേര് അവര് എന്താ വന്നത്, ഞങ്ങൾ ഇങ്ങനെ പുളുങ്ങുന്നിലെ ബൈബിൾ കോളേജിനെ കുറിച്ച് അറിയാൻ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള തിരക്കാം. അപ്പൊ അവര് പറഞ്ഞു അവിടെ ആൾക്കാര് കൂടുതലാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ആരെയും അവിടെ എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു ഞാൻ തമ്പിച്ചാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, തമ്പിച്ചാനെ കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു തമ്പിച്ചാനെ കണ്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാല് അത്ഭുതം എന്ന് പറയട്ടെ, പുറത്തു പോയ തമ്പിച്ചാൻ പെട്ടെന്ന് തിരിച്ചു വന്നു, ഞങ്ങളെ കണ്ടു, എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ അത് എന്നെ കണ്ടപ്പോഴേ തമ്പിച്ചാനെ പെട്ടെന്ന് മനസ്സിലായി. കാരണം എൻ്റെ അമ്മയും തമ്പിച്ചാനെ അവരൊരുമിച്ച് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചതും അയൽവാസികളുമാണ്. അതുകൊണ്ട് എൻ്റെ മോശയിപ്പും അമ്മയുടെ മോശയിപ്പും ഒക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് എന്ത് ചെയ്തു, എന്നെ കണ്ടപ്പോഴേ നീ എന്ന് ചോദിച്ചു. ഞാനാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വിശേഷം ചോദിച്ചു എന്താ വന്നത്, ഞാൻ ഇത് അപ്പം ഇതുപോലെ ബൈബിൾ അപ്പൊ അവര് പുറത്ത് ഓഫീസിൽ ഇരിക്കുന്നവർ പറഞ്ഞു അച്ഛാ അവിടെ അഡ്മിഷന് വേക്കൻസി ഇല്ല, സ്റ്റുഡൻസ് കൂടുതലാണ്, ആ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞതാ
എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വായി തമ്മിച്ചാൻ പറഞ്ഞു, എടാ നിനക്ക് പഠിക്കാനാണെങ്കിൽ എത്ര ഹൗസ്ഫുള്ളാണേലും അവിടെ ഞാൻ ഒരു സീറ്റ് തരാം. അപ്പോൾ ദൈവം ഒരുക്കുന്ന വഴി ഞാൻ പറഞ്ഞ എനിക്ക് പഠിക്കാനാ, എങ്കിൽ നീ നാളെ തന്നെ പോരെ, പൊക്കോ എന്ന് പറഞ്ഞ് അവിടുത്തെ ഡീൻ നൂർബീൻ മുള്ളയാണ് അന്ന് ഡീനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു എഴുത്ത് എഴുതി എന്റെ കൈവശം, നീ ഈ എഴുത്ത് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി വന്ന് എന്നെ പഠിക്കത്തോളൂ, ഞാൻ അവിടെ താമസിക്കത്തൊന്നുമില്ല, കുഴപ്പം നീ എങ്ങനെ നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് അങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കി. അങ്ങനെ ഒരു വർഷം വീട്ടിൽ നിന്ന് രാവിലെ പോയി വൈകിട്ട് തിരികെ വന്ന് ദൈവവചനം പഠിക്കുന്നതിനും എല്ലാ ശനിയാഴ്ചയും തമ്പിത്താന്റെ ബോട്ടുണ്ട്, ആ ബോട്ട് അവിടെ ബൈബിൾ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്പെഷ്യൽ ബോട്ടിലെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ സ്റ്റുഡൻസ് ഒരുമിച്ച് ആ കുട്ടനാട് പ്രദേശം മുഴുവൻ പുതിയ നിയമം വിതരണം ചെയ്യുവാന്, പരസ്യയോഗം നടത്തുവാന്, ഭവന സന്ദർശനങ്ങൾ നടത്തുവാന് ഒക്കെയുള്ളതായ സാഹചര്യങ്ങളെ ദൈവം ഒരു വർഷം കൊണ്ട് ആ കുട്ടനാട് ഏരിയ മുഴുവൻ സുവിശേഷം അറിയിപ്പാൻ, സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി. അപ്പോൾ തന്നെ ദൈവവചനം പഠിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പായി കർത്താവ് തീർച്ചയായിട്ടും എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചത്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതോടെ ഞാന് പൂർണ്ണ ധൈര്യത്തോടെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഈ റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച് അത് കൂടാതെ കൃപയാൽ കർത്താവ് തന്ന കഴിവനുസരിച്ച് വയറിങ്, പ്ലംബിങ്, പെയിന്റിങ് ഇങ്ങനെയുള്ള സകലവിധ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ നല്ല ഒരു അറിവ് പ്രാപിച്ചിട്ടുണ്ട്. പിന്നെ ഏത് വിഷയം കണ്ടാലും അത് ഒരു പ്രാവശ്യം അതഴിച്ച് പേർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ കാര്യങ്ങൾ പഠിച്ചിരിക്കും. അങ്ങനെ ഒരു കഴിവായി. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിൽ മുമ്പോട്ട് പോയത് കൊണ്ട് പിന്നെ ഞാൻ ഈ റേഡിയോ ആൻഡ് ടെലിവിഷന്റെ ഇത് പഠിച്ചത് കൊണ്ടും ഈ ടീം വർക്കിനൊക്കെ പോകുമ്പോൾ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാനും സൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ തന്നെ ഈ ഒരു വർഷത്തെ ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ചർച്ച് ബോർഡിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഡിസ്ട്രിക്ട് ഓർഗനൈസറെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡ് മെമ്പർ, ആ നിലയിലേക്കൊക്കെ എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. അങ്ങനെയുള്ളതായ ആ നിലകളിലൊക്കെ യുവജനങ്ങളുടെ ഇടയിലെ പ്രവർത്തിപ്പാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് കഴിച്ച ശേഷം ബൈബിൾ കോളേജ് അവിടെ നിന്ന് തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോയി. ആ ഒരു വർഷം തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ പറഞ്ഞു വിട്ട വാഗത്താനത്തെ ബൈബിൾ കോളേജിൽ നിന്ന് ഞങ്ങളുടെ സാറ് എന്നെ തിരിച്ചു വിളിച്ചു. നീ അവിടെ തന്നെ വന്ന് വേണം. ഞാൻ യൂത്ത് ബോർഡ് മെമ്പറും ഈ ഓർഗനൈസറും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇവരെല്ലാം കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടെടുത്ത് വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരാം, പക്ഷേ സർട്ടിഫിക്കറ്റ് ബുക്ക് കൊണ്ടുതരത്തില്ല. അപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പം വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, സുവിശേഷം അറിയാത്ത വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ കൂട്ടുകാരൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തിരിച്ച് അവിടെ പോയി പഠിക്കാൻ ഉള്ളതായ ഒരു ഇത് വന്നപ്പോൾ ഞാൻ വീണ്ടും പോയി. അങ്ങനെ അവിടെ പഠിച്ച ശേഷം നേരെ ജമ്മു കാശ്മീരിലേക്ക് സുവിശേഷ പ്രവർത്തനം. അതുവരെ എൻ്റെ ഈ വളണ്ടിപ്പോയും കാര്യങ്ങളും ഒക്കെ നല്ല നിലയിൽ നടന്നു. എന്നാൽ പഠനം കഴിഞ്ഞ് ഞാൻ ജമ്മു കാശ്മീരിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞു, ഇതുപോലെയാണ് വിഷയം, ഞാൻ വടക്കേ ഇന്ത്യക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ പിതാവിനോടോ മാതാവിനോടോ ഞാൻ വടക്കേ ഇന്ത്യക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അവരോട് പറയത്തില്ല, എനിക്ക് പോകാൻ വണ്ടിക്കൂലി വേണം, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, പക്ഷേ നീയാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട്. എൻ്റെ
പാസ്റ്റർ മുഖാന്തരമാണ് പിതാവ് ഈ കാര്യങ്ങൾ അറിഞ്ഞ. എന്നിട്ടും കുറച്ചു ദിവസത്തേക്ക് എന്നോട് ഈ വിഷയങ്ങളൊന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം പോകാൻ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ പോകുന്നെന്ന് കേട്ടല്ലോ, എന്താ? ഞാൻ പറഞ്ഞ അതിനുള്ള ആ ഒരു താല്പര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. പോകാൻ പൈസ ഉണ്ടോ? ഇല്ല. എന്നാൽ ടിക്കറ്റ് എടുക്കാൻ പൈസ എന്ന് പറഞ്ഞ് പിതാവ് ആ കാര്യങ്ങളെ പ്രവർത്തിച്ചു തരുവാനായിട്ട് ഇടയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ഈ കാര്യങ്ങളൊക്കെ എന്തായിത്തീരും? ഈ ബിസിനസ് ഇതിവിടെ നിർത്തേണ്ടി വരും. നിന്റെ ഇളയ സഹോദരങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെ എന്നോട്. ഞാൻ പറഞ്ഞു, ഞാന് കർത്താവിന്റെ വേലയാ ചെയ്തത്, കർത്താവിന്റെ നാമത്തെ പ്രതിയാ ഇതെല്ലാം ഉപേക്ഷിച്ചു പോകും. ഞാൻ എന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ചത് കൊണ്ട് എന്റെ സഹോദരങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ദോഷവും വരത്തില്ല. ദൈവം അവർക്കൊരു നല്ല ഭാവി ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയാവും. ഞാൻ ഇവിടെ ഇരുന്ന് ബിസിനസ് ചെയ്താൽ ഈ കാര്യങ്ങൾ ചെയ്താൽ അവർക്കൊരു നല്ല ഭാവി കിട്ടണമെന്നില്ല. എന്നാൽ ഞാൻ കർത്താവിനെ അനുസരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവം നല്ല ഭാവി ഒരുക്കും എന്ന് പിതാവിനോട് പറയുവാനായിട്ട് സന്തോഷത്തോടെ എന്നെ പറഞ്ഞയച്ചു. വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു പോകുവാനായിട്ടുള്ളതായ ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞാന് ജമ്മു കാശ്മീരിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ജമ്മു കാശ്മീരിൽ കടന്നു വന്നു. അവിടെ ക്യാപ്റ്റൻ A.M. സാമുവേൽ എന്ന് പറയുന്ന ദേവദാസിനോട് ചേർന്ന് ദീർഘവർഷങ്ങളെ സുവിശേഷ പ്രവർത്തനം, ആദ്യം ടീം പ്രവർത്തനം, ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുക. അതുപോലെ ഹിന്ദി ദയാസാഗർ എന്നുള്ളതായ ഫിലിം കാണി. ഞാൻ ഈ റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് അവിടെ പിന്നെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ മൈക്ക് സെറ്റ് അത് ഓപ്പറേറ്റ് ചെയ്യുവാനും പ്രൊജക്ടർ അത് വർക്ക് ചെയ്യുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കൃപയാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ചെയ്യുവാനായിട്ട് ഇടയായി. പിന്നത്തേതില് പിന്നെ ഡിസംബർ ജനുവരി മാസത്തില് അവിടെ തണുപ്പ് കൂടുന്ന സമയത്ത് ആന്ധ്രയിലും കേരളത്തിലും ക്രൂസേഡുകൾ നടക്കും. ആ ക്രൂസേഡുകളിലും അദ്ദേഹത്തോടൊപ്പം കടന്നു വരികയും അദ്ദേഹത്തിന്റെ മെസ്സേജുകളെ കാസറ്റിലെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കാസറ്റ് മിനിസ്ട്രി അത് ആരംഭിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുക്കി. അങ്ങനെ കാസറ്റ് മിനിസ്ട്രി ഈ ഡിസംബർ ജനുവരി മാസത്തില് അദ്ദേഹത്തോടൊപ്പം ആന്ധ്ര, കേരളം ഈ ഭാഗങ്ങളിലൊക്കെ പോയി ചെയ്യും. ബാക്കി സമയങ്ങളിൽ ഞങ്ങളുടെ ടീമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് പിന്നെ താമസിക്കുന്ന ഇടത്ത് ഞങ്ങളുടെ കാമ്പയിൻ മാനേജർ എന്ന് പറയുന്ന TM ജോൺ എന്ന് പറയും, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഞാന് വീട്ടിൽ നിന്ന് പോകുന്ന സമയം മുതൽ എൻ്റെ ഒരു ആവശ്യങ്ങളും ഞാൻ ആരോടും പറയാറില്ല. ഞങ്ങൾ ക്യാപ്റ്റൻ ചാൻ എന്നാണ് ഫസ്റ്റ് A.M. സാമുവേലിനെ വിളിക്കുന്നത്. ചാനോട് പറയും, അവനെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ സഭയുണ്ട്, സഭാചാർജുണ്ട്, സഭയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടക്കും. നീ ടീം വർക്കാണ്, നിങ്ങൾ ടീമിലായി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുക. പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ ആ സമയമാകുമ്പോൾ എന്നെ വിളിച്ച് നീ ജാക്കറ്റ് വാങ്ങിയില്ലേ, അല്ലെങ്കിൽ നീ ഇന്നത് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞ് പോക്കറ്റ് മണിയായിട്ട് എന്നെ വിളിച്ച് പൈസ തരുവാനായിട്ട് ഇടയാവും. അങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങളായി അന്ന് മുതലേ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലെ ഞങ്ങളുടെ കൂടെയുള്ള ദേവദാസ് പറഞ്ഞു, തോമസേ, എന്നെ കർത്താവ് ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ ഒരു മടിയും കൂടാതെ പോകും. അവിടെ എവിടെ പാർക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെയെന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് താമസിക്കാനുള്ള ക്രമീകരണവും എൻ്റെ ആഹാരത്തിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ജോർജ് മുള്ളറിന്റെ അനുഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഒന്നുകൂടി വിശ്വാസം വർദ്ധിക്കുന്നതായ ഒരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിരുന്നു. അതിനുശേഷമാണ് 1990 സെപ്റ്റംബർ മാസത്തില് എൻ്റെ വിവാഹത്തിനുള്ളതായ
കാര്യങ്ങളെ ശ്രമപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ നാട്ടിൽ വന്നു, വിവാഹാലോചന നടന്നു. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ നിന്ന് അവരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സാഹചര്യത്തില് എന്റെ പിതാവിനോടും മാതാവിനോടും ഒരു കാര്യം ചോദിച്ചു. നിങ്ങളെ ഈ കനാനായ സമുദായം വിട്ട് പെന്തക്കോസ്തിയിൽ താഴ്ന്ന ജാതിക്കാരോടൊക്കെ കൂടെ ഇരുന്ന് ആരാധിക്കാനും പാടാനും കൈകൊട്ടാനും ഒക്കെ പോയിട്ട് പിള്ളേരുടെ കല്യാണം വരുമ്പം നിങ്ങളെ ഈ ജാതിയിൽ നിന്ന് ആരെയും ഒരുത്തനെ കൊണ്ട് നിങ്ങളുടെ പിള്ളേരെ കെട്ടിക്കുവോ? അന്നേരം നിങ്ങളെ കനാനായക്കാരെ അന്വേഷിച്ച് നടക്കത്തില്ലേ എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി. അന്ന് എന്റെ ചെറുപ്രായമാണെങ്കിലും ഞാൻ ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇവിടെ വെച്ച് ഈ പാരമ്പര്യം പൊട്ടിക്കുക, ഇനി എന്തു വന്നാലും ഈ ഒരു പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പരിപാടി. അതുകൊണ്ട് എനിക്ക് വിവാഹാലോചന വന്നപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞു, കനാനായ സമുദായത്തിൽ നിന്ന് വന്ന പെൺപിള്ളാരെ അന്വേഷിക്കരുത്. ഏതെങ്കിലും വിവാഹം ചെയ്തയക്കാൻ നിവൃത്തിയില്ലാത്ത, അതുപോലെ ഭാരപ്പെടുന്ന ഒരു ഭവനത്തിൽ നിന്നും വിവാഹം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമ്പത്തികമായ നമ്മള് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കുമ്പോൾ പണമുള്ള ആളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചാൽ പ്രയോജനമുണ്ട്. അപ്പം കല്യാണം കഴിക്കുന്നെങ്കിൽ വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ലാത്ത അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ നിന്നും ആയിരിക്കണം എന്ന് ഞാൻ പറയുവാണ്. അത് പറഞ്ഞു, നീ ഇങ്ങനെ പല ഭ്രാന്തും പറയും, അതൊന്നും നടക്കത്തില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു. എനിക്ക് കല്യാണം ആ സമയത്ത് 2 ലക്ഷം രൂപ സ്ത്രീധനത്തോടുകൂടി കാര്യങ്ങൾ നടത്തത്തൊക്കെ വണ്ണമുള്ള ഒരു ആലോചന വന്നാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഞങ്ങനാണെങ്കിൽ ഞാൻ 1-2 പേരെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ആണ് കോന്നിയിലെ ലോഡിങ്ങി പാപ്പച്ചൻ അറിയപ്പെടുന്ന ആ ദേവദാസന്റെ മകളെ കാണുവാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ നല്ല ആരോഗ്യവും നല്ല ശരീരവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയതുകൊണ്ട് വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതക്കാരനാണ്. ഞങ്ങളുടെ വാസു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇരുന്ന കാര്യം നടക്കത്തില്ല, കല്യാണമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നല്ല ആരോഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ തന്നെ ആ ദൈവദാസനെ എന്നോട് പറഞ്ഞു, വീട്ടിൽ എങ്ങനെ സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, വീട്ടിൽ സമ്മതിച്ചില്ല, വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ. അപ്പം ഈ ദൈവദാസനെ വിശ്വാസത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിന്റെ 2 പെൺപിള്ളാര്, അവരെ നീ എങ്ങനെ കെട്ടിച്ചയക്കും? ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. വിശ്വാസത്തിൽ വന്നപ്പോൾ അവരെ കോരിക്കൊണ്ടിരുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവരെ വിലക്കിയത്. വളരെ ദൂരെ പോയി വെള്ളം ചുമന്നുകൊണ്ട് വന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് സാഹചര്യം ഒരുക്കുകയും അന്ന് KM മാണി ഇറിഗേഷൻ മന്ത്രിയായിട്ടിരിക്കുന്ന സമയം പുല്ലാത്ത അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവീട്ടിൽ വരുമ്പോൾ ഈ പിതാവ് അവിടെ സാക്ഷ്യം പറയാൻ പോയിരുന്നതാണ്. അവിടെ വെച്ച് എങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എഴുത്ത് കൊടുത്തു. ഇവരുടെ വീടിന്റെ വാതിക്കെ പൊതു ടാപ്പ് ഇടാനായിട്ട് അവര് വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അവിടെ നിന്ന് ആ ടാപ്പ് മാറ്റി വളരെ ദൂരെ പൊതു ടാപ്പ് ഇടിച്ച്, അങ്ങനെ ആ പൈപ്പ് ലൈനിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് പോലും പൈപ്പ് ഇടാത്ത ഒരു സാഹചര്യം. അതൊക്കെ പപ്പ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു എഴുതി കൊടുത്തു, ഇത് അവിടെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പപ്പായ്ക്ക് എഴുത്തും വായനൊന്നും അറിയത്തില്ല. എന്നാൽ ആ എഴുത്ത് അവിടെ ഈ ഇറിഗേഷൻ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ പൊതു ടാപ്പിൽ വെള്ളം വരുന്നതിന് മുമ്പേ അവരുടെ വീട്ടിലെ പൈപ്പിന്റെ കണക്ഷൻ അവർ തന്നെ ചെലവ് ചെയ്ത് ഫിറ്റ് ചെയ്ത് അവരുടെ വീട്ടിലെ ആ പൈപ്പ് കണക്ഷൻ കൊടുക്കുകയും വെള്ളം വരുവാനായിട്ട്. അതുപോലെ തന്നെയാണ് ഈ പിള്ളേരുടെ വിവാഹ സംബന്ധമായ കാര്യം. എന്നെ കാണാൻ വരുമ്പോഴത്തേക്ക് ആ വീട്ടിലെ ഒന്നും തന്നെ ഇല്ല. വളരെ പരിതാപകരമായ ഒരു സാഹചര്യം. ആ വീടിന്റെ ഭിത്തി
അത് തേച്ച് വെള്ള അടിച്ചിട്ട് പോലും ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത ഒരു ബെഞ്ചാണുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളായിരുന്നു. എന്നാല് എന്നെ അവിടെ വന്ന് ഞങ്ങളുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വളരെ വിഷണ്ണനായിട്ട് കൂട്ടുകെട്ടി വന്നപ്പോ അവിടെ നിലത്തെ തലയ്ക്ക് കൈകൊടുത്ത് ഞാൻ വിളിച്ചെഴുന്നേപ്പത്തേക്ക് പറഞ്ഞു, എന്താ കാര്യം? ഒന്നും ചിന്തിക്കണ്ട, കല്യാണത്തെ കുറിച്ചാണെങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർത്തോളണം, വളരെ സിമ്പിൾ ആയിരിക്കണം. വലിയ വിലപിടിപ്പുള്ള സാരിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാനോ അതിനോ ഒന്നും ചിന്തിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തി വിട്ടു. നിന്റെ മോളെ നീ എവിടെ കെട്ടിക്കുമെന്ന് ചോദിച്ച ഉപ്പാപ്പനുമായിട്ട് മറ്റ് സഹോദരങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട് വന്ന് കണ്ടിട്ട് പോയപ്പോൾ അവരെ നാട്ടിൽ ചെന്ന് പറഞ്ഞു, ഇവന് ഭയങ്കര കോളടിച്ചു എന്ന് പറയുവാനായിട്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് എൻ്റെ വിവാഹം നടന്നത്. ഞങ്ങളെ 10 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങളെ വടക്കേരിയിലേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ എതിർത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആര് സഹകരിച്ചില്ലെങ്കിലും എൻ്റെ വിവാഹം നടക്കും. ദൈവമക്കൾ എനിക്ക് കൂടെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നു, നിങ്ങൾ വന്ന് സംബന്ധിക്കുക. ഇനി നിങ്ങൾ വന്ന് സംബന്ധിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല. ഈ 10 ദിവസത്തിനകം ഞങ്ങളുടെ വിവാഹത്തിന് വരാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വീട്ടില് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പോവുകയും അവരെ പരിചയപ്പെടുത്തുകയും അവിടെ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ അവിടെ നിന്ന് പോരുവാനായിട്ട് ഇടയായി. ഈ 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. അതിനുശേഷം ഞങ്ങള് രജോറി എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേലക്കായിട്ട് പോകുന്നത്. പാകിസ്ഥാന്റെ ബോർഡറാണ് ജമ്മു കാശ്മീർ, രജോറി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വയലിന്റെ നടുക്ക് ഒരു ചെറിയ മുറിയാണ്, 12x6 അങ്ങനെ ഒരു ചെറിയൊരു മുറി, വിജനമായ ഒരു സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ പോയി. വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്വല്പം പൈസ കയ്യിലുണ്ടായിരുന്നു. അതുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അത്യാവശ്യം അവിടെ കക്കൂസോ കുളിമുറിയോ ഇല്ലാത്തത് കൊണ്ട് ആദ്യമേ ഒരു കുഴിയൊക്കെ എടുപ്പിച്ച് കക്കൂസിന്റെ ക്രമീകരണം അവിടെ ചെയ്തു. കക്കൂസ് അത് കുഴി മേളിലെ സ്ലാബ് ഇട്ട കാര്യങ്ങൾ ചെയ്തു. പക്ഷെ മേപ്പോട്ട് കെട്ടാനോ മറയ്ക്കാനോ ഒന്നും വശമില്ലാത്തത് കൊണ്ട് മുള വാങ്ങിച്ച് അത് ഈ ചാക്ക് വെച്ച് മറച്ച് കർട്ടൻ ഇട്ട് അങ്ങനെ ഒരു ക്രമീകരണമാണ് ചെയ്തത്. മുകളിലും സൈഡിലും എല്ലാം ചാക്ക് കൊണ്ട് മറച്ച് അങ്ങനെയുള്ള ക്രമീകരണമാണ്. ഞങ്ങള് അവിടെ ചെന്ന് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാത്ത ഒരു സഹോദരി മണി ഓർഡർ അയച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 1 മാസത്തേക്കുള്ള ക്രമീകരണം ഒരുക്കി. അതോടെ എൻ്റെ ഭാര്യയും ഈ വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തില് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങള് ജമ്മു കാശ്മീരിൽ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങള് ഇതുപോലെ ഡിസംബർ മാസം ഈ ക്രൂസൈഡ് നടക്കുന്ന സാഹചര്യം ലാസ്റ്റ് ഞങ്ങളെ അവിടെ എരൂപയിൽ വെച്ച് കർത്താവിന്റെ ദാസനെ വർദ്ധനമേറ്റ ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ വരുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ ശക്തമായ പ്രയത്നം ഉണ്ടായി രാജസ്ഥാന് കടന്നു പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോൾ ഞാൻ ടീം ലീഡർ ആയതുകൊണ്ട് ഈ ടീമിന്റെ ചുമതല മറ്റാരെയും ഏൽപ്പിക്കാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് എന്ത് ചെയ്തു, അത്ഭുതകരമാണെന്ന് പറയട്ടെ, ആ പ്രശ്നങ്ങൾ നടന്നുകൂടി എനിക്ക് അവിടെ നിന്ന് റിലീസ് ആകാനുള്ള സാഹചര്യം പോയി. അന്ന് ഞാൻ രാജസ്ഥാന് പോകുമ്പോൾ ഈ ദിവസം പറഞ്ഞ പോലെ എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്ന് രാജസ്ഥാൻ എന്നല്ലാതെ ഒന്നും അറിയത്തില്ല. ഞാൻ മാപ്പ് നോക്കി ഗംഗാനഗർ എന്ന് അത് കണ്ടു. അതിനനുസരിച്ച് ശ്രീ ഗംഗാനഗറിന് ടിക്കറ്റ് എടുത്തു. ഞാനും ഭാര്യയും കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടെ ശ്രീ ഗംഗാനഗറിൽ ചെന്നിറങ്ങി. അവിടെ ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവിടെ ഒരു സഹോദരന്റെ ഒരു അഡ്രസ്സ് ഞങ്ങൾ എങ്ങനെ ടീം വർക്കിനെ പോയപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടുള്ള ഒരാളുടെ ആ അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സ് തന്നെ കാണിച്ച് അതനുസരിച്ച് ബസ് കയറി അടുത്തിരുന്ന ആളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ആ സ്ഥലമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ പതമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്രമീകരണം ഒരുങ്ങി. അവിടെ ചില ആളുകൾ കർത്താവിന്റെ വേലയിലായിരിക്കാൻ സഹായിച്ചു. അവിടെയും ഞങ്ങൾക്ക് താമസിക്കാനും വാടകയ്ക്കും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ഒരുക്കിയാണ്. അങ്ങനെ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തില് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമാണ് ഞങ്ങളെ നാട്ടിൽ വരികയും പെട്ടെന്ന് ഞാൻ രോഗിയായി തീരുകയും ടൈഫോയിഡും മഞ്ഞപ്പിത്തും വന്ന് 60 ദിവസം കോട്ടായിട്ട് കിടന്നു.
എൻ്റെ സ്വന്തം സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാം ഞാൻ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഭാര്യയുടെ വീട് കോന്നിയിലേക്ക് വന്ന് അവിടെ വെച്ചാണ് എനിക്ക് ഈ അസുഖം കൂടുവാനായിട്ട് കഴിഞ്ഞത്. നാട്ടുകാരെല്ലാം പറഞ്ഞു ഈ ആൾ മരിച്ചു പോകും, ഇവന് മരുന്ന് കൊടുക്കാതെ കൊന്നാൽ ഞങ്ങൾ നിങ്ങളെ ആരും വിടത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി. ഈ 60 ദിവസത്തിന് ശേഷം ഞാൻ വല്ലാത്ത ഒരു സ്ഥിതിയിൽ കിടക്കുന്നു. ഏകദേശം 4 ദിവസം അബോധാവസ്ഥയിൽ പോട്ടായിട്ട് കിടന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അബോധാവസ്ഥയിലാണെങ്കിൽ ഒരു തുള്ളി മരുന്ന് പോലും എൻ്റെ നാവിൽ വെക്കരുത് എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് വാക്ക് പറയിപ്പിച്ചത് കൊണ്ട് അവൾ ആ കാര്യത്തിന് എതിർത്ത് നിന്നു. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഒരു ദിവസം ഭാര്യ എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവിനെയും ഇളയ സഹോദരിയും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അച്ഛനെ ഏൽപ്പിക്കുന്നത്, നിങ്ങൾ ഇന്ന് തീരുമാനമെടുത്താൽ ദൈവം വിടുവിക്കും എന്ന് പറയുവാൻ അവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവരെ ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നിൽ ദൈവശക്തി കടന്നു വരികയും 60 ദിവസം ആഹാരം പോലും കഴിക്കാതെ കിടന്ന ഞാൻ തനിയെ എഴുന്നേറ്റിരുന്നേ ആത്മാവിൽ ആരാധിക്കുകയും ഞങ്ങളുടെ ആരാധന ശബ്ദം കേട്ടപ്പോൾ നാട്ടുകാർ ഓർത്ത് ആൾ മരിച്ചു നിലവിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓടിക്കൂടി ജനലിൽ കൂടി നോക്കുമ്പോൾ ഞാൻ കട്ടിലിരുന്ന് ആരാധിക്കുന്നതാണ്. അങ്ങനെ കുറുവടിയായിട്ട് വന്നവരൊക്കെ തിരിച്ചു പോവുക മാത്രമല്ല, ഈ മദ്യപാനിയായിരുന്ന പിതാവ് പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ട് കേൾക്കാത്ത വിശ്വസിക്കാത്ത കുടുംബക്കാരെ യേശുവിനെ വിശ്വസിക്കുവാനും ആ കോന്നി അട്ടച്ചാക്കല് ഒരു സഭ ഉടലെടുക്കുവാനും അതൊരു കാരണമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം ആണ് ഞാൻ വീണ്ടും നാട്ടിൽ വന്നു. നാട്ടിൽ വെച്ച് എൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യയുടെ മരണശേഷമാണ് ഞാൻ വീണ്ടും വിവാഹം ചെയ്തു. ആദ്യത്തെ 15 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. 15 വർഷത്തിന് ശേഷം എൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ഞാൻ വീണ്ടും വിവാഹം കഴിച്ചു. അതിലാണ് എനിക്ക് 2 കുട്ടികളെ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മൂത്തമകളെ ഇപ്പോൾ +2 കഴിഞ്ഞു. നേഴ്സിങ്ങിന് പോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്തു. ഇടയമാളെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തമകള് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവളെ നേഴ്സിങ്ങിന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന ഈ 38 വർഷമായി ഒരു സമ്പാദ്യവുമില്ല, ഓരോ ദിവസവും അത്ഭുതകരമായിട്ട് നടത്തുന്നു, ദൈവത്തിന്റെ ഉദ്ദേശമാണ് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ വരുന്നു. നേഴ്സിങ്ങിന് പല കോളേജുകളിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാനായി അതിന്റെ പറഞ്ഞപ്പോൾ ഞാൻ ഓരത്ത് എൻ്റെ വൈഫും അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. എല്ലായിടത്തും വിളിക്കുക, മറ്റു അവിടെ സ്നേഹിതരെ എല്ലാം വിളിക്കുക, അവിടെ അഡ്മിഷൻ ആവുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥി, ദൈവം കാര്യങ്ങൾ. അവളും ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ചില അനുഭവങ്ങളിൽ കൂടി എന്നെ നടത്തിയാലേ എനിക്ക് വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ, എനിക്ക് അനുഭവം തരണം എന്ന് അവളെ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം അവളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നൽകി. അവളെ സ്വപ്നത്തിൽ കൂടി ഇങ്ങനെ കാണുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ലാസ്റ്റ് അഡ്മിഷന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടന്ന ശേഷം അഡ്മിഷന് വേണ്ടി 1.5 ലക്ഷം രൂപ ഒരാഴ്ചക്കകം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, എന്റെ സാഹചര്യം നിനക്കറിയാം, പ്രാർത്ഥിക്കുകയും തരും. എന്നാല് അത്ഭുതം എന്ന് പറയട്ടെ, ആരോടും പറഞ്ഞില്ല, അവർ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് പലരിൽ കൂടി സാഹചര്യങ്ങളെ ഒരുക്കിയ 1.5 ലക്ഷം ഒരാഴ്ചക്ക് ഉള്ളിൽ അത് കൊടുക്കുവാനുള്ളതായ സാഹചര്യങ്ങളെ ഒരുങ്ങി. അവളെ ഇങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടക്കും. അവളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വരുന്നതൊക്കെ രാവിലെ എഴുന്നേറ്റ് നോക്കും, അത്രയും പൈസ അക്കൗണ്ടിൽ വന്നിരിക്കും. അങ്ങനെ ദൈവം അവളെ അത്ഭുതകരമായിട്ട് നടത്തുവാനായിട്ട് ഇടയായി. ഇതിന്റെ ഇടയ്ക്ക് ആമേൻ, എന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയതായ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാല് 2012 എന്റെ പുറത്തൊരു മുഴ വന്നിട്ട് പൊട്ടുവാനായിട്ട് എന്നെ ദൈവം ആദ്യം മുതലേ അത്ഭുത രോഗസൗഖ്യത്തിൽ കൂടി നടത്തിക്കൊണ്ടുവന്നത്. ഇവിടെ ദൈവവചനം ഇവിടുത്തെ ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും 25 പേര് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ച് ദൈവവചനം പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഈ പുറത്ത് മുഴ വന്നത്. ആ മുഴ വന്ന് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സഹോദരന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഞെക്കി അതിനകത്തെ പഴുപ്പുക. എൻ്റെ പുറത്തായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ ഒരു സഹോദരനെ വിളിച്ച് ആ സഹോദരനാണ് എന്നോട് പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഭയങ്കര ആഴമായ ഒരു കുഴിയാണല്ലോ,
ഒരു വിരൽ അതിനകത്ത് കടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട. ഓരോ ദിവസവും അവരെ ആ സഹോദരൻ വന്ന് അത് തുടച്ച് ക്ലീൻ ചെയ്യും. ഞാന് ഒരു കഷ്ണം പഞ്ഞി എടുത്ത് അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് അവിടെ ഒട്ടിച്ചു വെക്കാം. അടുത്ത ദിവസം രാവിലെ കുളി കഴിയുമ്പം വീണ്ടും വിളിക്കും. ആ സഹോദരൻ വന്നത് പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും എണ്ണ. ഓരോ ദിവസത്തെ വ്യത്യാസം അറിയാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ ആ ഫോട്ടോ എടുപ്പിക്കുവാനായിട്ട് കഴിയും. ഏകദേശം 10-12 ദിവസം കൊണ്ട് ആ മുറിവ് കരിയുവാനും അത്ഭുത സൗഖ്യം പ്രാപിപ്പാനും ഒരു മരുന്ന് പോലും അതിൽ പുരട്ടിയില്ല. വെളിച്ചെണ്ണ കൈവച്ച് പ്രാർത്ഥിച്ച് പഞ്ഞിയിൽ ഒഴിച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് വെക്കും. ദൈവം അത്ഭുത സൗഖ്യം. അങ്ങനെ ദൈവം വിടുവിച്ചതായ ആ ദൈവിക വിടുതൽ, ഇതുപോലെ ഒത്തിരി ഒത്തിരി ദൈവികമായ വിടുതലിന്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലെ എനിക്ക് അനുഭവമാക്കുവാനായിട്ട് ഇടയായി. ഇപ്പോൾ ഏകദേശം 38 വർഷത്തോളം കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് ആയിരിക്കാനായിട്ട് ദൈവം സാഹചര്യം തന്നു. ഏകദേശം 350-ൽ-അധികം ആൾക്കാരെ, തദ്ദേശീയരായ ആൾക്കാരെ ദൈവവചനം പഠിപ്പിച്ച് ഈ വടക്കേ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ആക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. അവരൊക്കെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. UP, ബീഹാറ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാള്, രാജസ്ഥാന്, ഡൽഹി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് വചനം പഠിച്ച് പോയി ആ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന അവിടെയെല്ലാം ഇന്ന് നല്ല നല്ല കൂടിവരവുകളുണ്ട്. അവരെ എല്ലാം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഞങ്ങളുടെ വിഷ്ണു ബന്ധത്തിന്റെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി. ആൾക്കാരെ വന്ന് പ്രശ്നമുണ്ടാക്കി. ആ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അവര് സ്റ്റുഡൻസിനെ അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം പിന്നെ അത് ഡൽഹിയിലേക്ക് ആ ക്ലാസ് മാറ്റുവാനായിട്ട് ഇടയായി. അവിടെ ഡൽഹി വെച്ചാണ് അതിന്റെ കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേഷൻ നടന്നത്. ഈ വർഷം ഞങ്ങള് ഈ ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാള്, UP, ബീഹാർ, ഈ ഭാഗങ്ങളിലെല്ലാം സഭയിലെ മൂപ്പന്മാരെ എല്ലാ അവരുടെ ഓരോ സ്റ്റേറ്റിലുള്ള സഭകളിലെ മൂപ്പന്മാർ അവരെ ഒരുമിച്ച് കൂട്ടി 3 മാസത്തിലൊരിക്കല് അവർക്ക് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുത്തുകൊണ്ട് അവരെ ദൈവവചനം പഠിപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ നിലയിൽ ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും നടത്തുന്നു. അത്ഭുത രോഗസൗഖ്യം ജീവിതത്തിലെ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി. എന്നാല് ദൈവം ഇന്നും അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇതിന്റെ ഇടയ്ക്ക് കൊറോണ 2 പ്രാവശ്യമാണ്. ആ 2 പ്രാവശ്യവും ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. ഒരു പ്രാവശ്യം ഇവിടെ UP വെച്ചാണ് വന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണ്, ഞങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ പാസ്റ്ററുടെ മകളെ കൊറോണ നിമിത്തം മരിക്കുവാനായിട്ട് ഇടയായി. പാസ്റ്റർ ബൈജു മാലേക്കര എന്ന് പറയുന്ന ദൈവദാസന്റെ മകളെ ഞങ്ങളുടെ ചർച്ചിലാണ്. അവിടെ വെച്ചാണ് കുഞ്ഞിന്റെ മരണം. അതിനെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ നിന്നാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ ചെന്നു. അന്ന് രാത്രി ഞാൻ ചെന്നു. വെളുപ്പിനെ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ എല്ലാവരെയും നോക്കിയപ്പോൾ ഞങ്ങൾക്കെല്ലാം കൊറോണ പോസിറ്റീവാണ്. ബാക്കി എല്ലാവരും ചികിത്സ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ചിന്തിക്കണ്ട, എന്നെ ദൈവമാണ് നടത്തുന്നത്, ദൈവം എനിക്ക് സൗഖ്യം തരും എന്ന് പറയുവാനായിട്ടിടയായി. അവിടെയും ദൈവികമായ അത്ഭുത സൗഖ്യം കാണുവാനായിട്ടിടയായി. അതിനുശേഷവും ഇന്നും ഓരോ ദിവസവും അത്ഭുതകരമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവം എനിക്ക് ഒത്തിരി ഒത്തിരി എൻ്റെ ജീവിതത്തിലെ അനുഭവിപ്പാനും ദൈവത്താൽ നയിക്കപ്പെടുവാനുമായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. നമ്മുടെ പത്രോസിന്റെ ലേഖനത്തില് വായിക്കുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ആ ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഇത് എഴുതും. ഈ കാലഘട്ടത്തില് അതുപോലെ ഒരു വിലയേറിയ വിശ്വാസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കുക. ഒരു സാധാരണ വിശ്വാസമല്ല, ഒരു വിലയേറിയ വിശ്വാസം പ്രാപിക്കുകയും ആ വിശ്വാസത്തോടു കൂടി നാം ഈ ദിവസങ്ങളിൽ മുന്നേറും. ആ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തോടെ
വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളും. അപ്പോൾ ഈ ഒരനുഭവം നമ്മളിൽ വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മളിൽ ഒരു വിലയേറിയ വിശ്വാസം ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് അത് കാരണമായി. അപ്പോൾ അങ്ങനെ ഒരു വിലയേറിയ വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ നാം ഉത്സാഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹ കാരണമായി തീരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ലഭിക്കുന്ന ഫ്രീ സമയങ്ങളിലൊക്കെ ഞാൻ ടിവിയിലെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനായിട്ട് ഇടയാകാറുണ്ട്. ചില സമയങ്ങളിൽ അല്പമെങ്കിലും വിശ്വാസത്തിന് ഒരു കോട്ടം സംഭവിച്ചാൽ ഈ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടി ഉത്സാഹം പകരുന്നു. എൻ്റെ ജീവിതത്തിലെ ആത്മീയ മങ്ങലുകളെ, അല്ലെങ്കിൽ കുറവുകളെ, അല്ലെങ്കിൽ ആ ക്ഷീണതാവസ്ഥകളെയൊക്കെ നമ്മെ മനസ്സിലാക്കാനും ഒന്നുകൂടി ഉത്സാഹത്തോടെ വീര്യത്തോടെ കർത്താവിന് വേണ്ടി നേടുവാൻ ഈ കേൾക്കുന്നതായ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് പ്രയോജനകരമായി. തീർച്ചയായിട്ടും ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഈ സാക്ഷ്യം അത് ഇടമുറിയാതെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകാൽ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസനോടുള്ളതായ നന്ദിയെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം അനേകർക്ക് വിടുതലിനും ആത്മീയമായ ഉത്സാഹത്തിനും ആത്മീയ വർധനവിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനാൽ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു. ഈ അനുഭവം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിലെ പലവിധമായ തിക്തമായ അനുഭവങ്ങളും വിശ്വാസം നഷ്ടമാകുന്ന സാഹചര്യങ്ങളും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തുന്നതായ അനുഭവങ്ങളും ഒക്കെ വരികയും നിരാശപ്പെടുത്തുകയും നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പും യഥാർത്ഥമായി മനസ്സിലാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങി കാത്തിരിപ്പാൻ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ, ദൈവശക്തി എന്റെ ജനത്തിന്റെ മേൽ അവിടുന്ന് പകരേണ്ടതിനായി അപ്പത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം ശ്രദ്ധിപ്പിതാതെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് അവറുകൾ. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ദൈവദാസനോടുള്ളതായ നന്ദിയും കടപ്പാടും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും ആരോഗ്യ ദീർഘായുസ്സും തരട്ടെ. കർത്താവിനുവേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവീയ ദർശനവും വെളിപ്പാടും പ്രാപിച്ചുകൊണ്ട് രോഗശാന്തിയുടെ വരങ്ങളും അനുഭവിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ഭയഭക്തിയോടുകൂടി വളർത്തപ്പെട്ടതായ ഒരു ആത്മീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അറിയുവാനുള്ള ആഴമേറിയ ആഗ്രഹം പിന്നത്തേതിൽ കർത്താവിന്റെ ക്രൂശിന്റെ സ്നേഹത്തോട് അടുപ്പിക്കുവാനും ഇന്ന് കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാനും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒരുപാട് വില കൊടുത്ത ചില സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ആമേനെ, ജീവിത പങ്കാളിയുടെ വേർപാട്, അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ അഭിമുഖീകരിച്ചു. എന്നാൽ ഇന്ന് കർത്താവിന് വേണ്ടിയിട്ട് ബീഹാറിൽ വിശ്വസ്തയോടുകൂടി കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, കർത്താവിന്റെ പേരിലായിരിക്കാൻ, അനേകർക്ക് നല്ല മാതൃകയുള്ള വഴികാട്ടിയായിരിക്കാൻ
കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും വേറിട്ട ഒരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com